നമുക്ക് വേഗം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിങ്ങളുടെ ടൈം വളരെ വിലപ്പെട്ടതാണ് എന്നെനിക്കറിയാം. ബൈബിളിലെ ഞാൻ എൻ്റെ പ്രസംഗ വിഷയം തയ്യാറാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്ന ഒരു പ്രേരണയാണ്. കോപ്പി അടിക്കാറില്ല, ഇമിറ്റേറ്റ് ചെയ്യാറില്ല. അതെനിക്കിഷ്ടമല്ല. കാരണം ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ. എൻ്റെ ഹൃദയത്തിൽ ഒരു ദൂത് പ്രകാശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടേ ഇങ്ങനെ നടക്കും. അടുത്ത സ്റ്റേജിലും അത് തന്നെ ആയിരിക്കും പ്രസംഗിക്കുന്നത്. പക്ഷേ ദൈവാത്മാവിൻ്റെ ചലനം കുറയുമ്പോൾ എനിക്ക് മനസ്സിലായി ആ ദൂതല്ല ഇനി പ്രസംഗിക്കണം. അപ്പോൾ വേറൊരു മെസ്സേജ് എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിക്കും. അപ്പോൾ ഒരു 40 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരു പ്രസംഗ വിഷയം, പിന്നെ ആ വിഷയം അങ്ങ് മാറി, അത് പ്രകാശിക്കാതെയായി. വേറെ മെസ്സേജ് എനിക്ക് ദൈവം നൽകി. ഇപ്പോഴാ പഴയ മെസ്സേജ് പ്രകാശിച്ചു വരികയാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. കേൾക്കുന്നുണ്ടോ ഈ വചനം? എത്ര ആഴമാണെങ്കിലും എത്ര ഇരുളാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് ഇവിടെ ചലിക്കാനുണ്ട്, ഇവിടെ സംസാരിക്കാനുണ്ട്, ഇവിടെ വിടുവിക്കാനുണ്ട്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ശാസ്ത്രം പറഞ്ഞാൽ, മനുഷ്യൻ പറഞ്ഞാൽ, പ്രധാനമന്ത്രി പറഞ്ഞാൽ, പ്രസിഡന്റ് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരും, നടക്കാതിരുന്നെന്ന് വരും. എന്നാൽ എന്റെ ദൈവം കൽപ്പിച്ചാൽ അത് സംഭവിച്ചിരിക്കും. ദൈവത്തിന് ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ചില കൽപ്പനകൾ പുറപ്പെടുവിക്കാനുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വായിച്ചു വിടുമ്പോൾ നമുക്ക് രസമാണ്, പക്ഷേ അതിനിടയ്ക്കൊരു ഗ്യാപ്പില്ലെന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പനയും അതിന്റെ സൃഷ്ടിയും. Let there be light, there was light എന്ന് പറഞ്ഞാൽ ആ കൽപ്പനയ്ക്കും വെളിച്ചത്തിനും ഇടയ്ക്ക് ഒരു മൈന്യൂട്ട് സെക്കൻഡ് പോലും ഗ്യാപ്പായിട്ടില്ല. സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന് നീ കാത്തിരിക്കേണ്ടതില്ല. അത് സൗഖ്യമാണെങ്കിലും, അത് വിടുതലാണെങ്കിലും, അത് അനുഗ്രഹമാണെങ്കിലും, അവന്റെ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ ഏത് കോണിലിരിക്കുന്ന വ്യക്തിക്കും അപ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ, അവരുടെ മനസ്സിൽ, അവരുടെ ആത്മാവിൽ അത് ബോധ്യമാകും. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ആരംഭം മുതൽ തന്നെ ഈ വേർതിരിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു. സ്തോത്രം. ഇന്ന് ഈ ആധുനിക ലോകത്തിൽ രാഷ്ട്രീയ പ്രഭാഷണങ്ങളിലും അതുപോലെ തന്നെ എക്യുമെനിക്കൽ ക്രൈസ്തവ ഗ്രൂപ്പുകളിലും ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വാക്യമാണ് പിരിക്കുക എന്നുള്ളത്. എല്ലാവരും അടുപ്പിക്കാനാണ് ഉത്സാഹം. അത് നല്ല തന്നെ. പക്ഷെ വെളിച്ചത്തിന് ഇരുളിനോട് കൂട്ടായ്മയൊന്നുമില്ല. കരമടിച്ച് ഇരുൾ ആരുടേതാണെങ്കിലും, ഇരുൾ ആരുടെ പക്കലുള്ളതാണെങ്കിലും, ഇരുടുകൾ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിലും അത് ഈ വെളിച്ചത്തിന് ആവശ്യമില്ല. കരമടിച്ച് ശക്തമായി വേർപിരിക്കുന്ന ദൈവം, ചില പാപങ്ങളെ വേർപിരിക്കുന്ന ദൈവം, ചില സ്വഭാവങ്ങളെ വേർപിരിക്കുന്ന ദൈവം, നിന്നെ അടക്കി വെച്ചിരിക്കുന്ന, നിന്നെ മൂടി വെച്ചിരിക്കുന്ന, നിന്നിൽ നിന്ന് മാറുവാൻ കഴിയാതെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില അന്ധകാരത്തിന്റെ ശക്തികളെ ഈ രാത്രിയിൽ എന്റെ കർത്താവിന് പിരിച്ചു മാറ്റാനുണ്ട്. കരമടിച്ച്
5-ാം വാക്യം. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് സന്ധ്യ എന്നും പേരിട്ടു. ദൈവം പേരിടുന്ന ദൈവമാണ്. ലോകം നമ്മളെ കളിയാക്കി ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ടാകും. നമ്മുടെ വീട്ടുകാരിട്ടിട്ടുണ്ടാകും, നാട്ടുകാരിട്ടിട്ടുണ്ടാകും. തൻ്റെ പിതാവായ ഇസഹാക്ക് തൻ്റെ മകൻ യാക്കോവിനിട്ടത് ശരിയായൊരു പേരായിരുന്നുവെന്നാണ് തൻ്റെ സഹോദരനായ ഏശാവ് തന്നെ പറഞ്ഞത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവന്റെ പേര് മാറ്റി. ഒരു പേരിട്ടാൽ അതിനെ മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒരു ബാബിലോണിയ ശക്തിക്കും കഴിയുകയില്ല. ഒരു പേർഷ്യൻ ശക്തിക്കും കഴിയുകയില്ല. ഒരു ഗ്രീസിനും കഴിയുകയില്ല. ഒരു റോമയ്ക്കും കഴിയുകയില്ല. ഒരു ഹിറ്റ്ലറിനും കഴിയുകയില്ല. അത് നിലനിൽക്കുന്നതായിട്ടുണ്ടായിരിക്കും. സന്ധ്യയായ വിശ്വസുമായി 1-ാം ദിവസം. ഞങ്ങളുടെ കർത്താവേ, ഈ അനുഗ്രഹീതമായ വചനത്തിനായ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ വിദ്യാർത്ഥികൾ അങ്ങയുടെ പാദപീഠത്തിലിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഗുരു ഞങ്ങളോട് സംസാരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ സയൻസിന്റെ പ്രധാനപ്പെട്ട തൂണുകൾ, 3 pillars ഓഫ് സയൻസ്. അതൊന്ന് ടൈം, 2 സ്പേസ്, 3 എനർജി. ഈ മൂന്നുമില്ലാതെ സയൻസിന്റെ ഒരു ശാഖയ്ക്കും നിൽക്കാനൊക്കെയല്ല. അതതിന്റെ അടിസ്ഥാന പില്ലറാണ്. ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ബൈബിൾ തുടങ്ങുകയാണ്. ഇൻ ദ ബിഗിനിങ് ടൈം. God created the heavens and the earth. Space. He created Shakti, energy. ബൈബിളിൽ നിന്നാണ് സയൻസിന് പില്ലർ ഉണ്ടായത്. ബൈബിളിന് സയൻസിന്റെ ഒരു സപ്പോർട്ടും വേണ്ട. ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. ബൈബിളിന് ശാസ്ത്രത്തിന്റെ ഒരു സപ്പോർട്ടും വേണ്ട. ബൈബിളിന് ശാസ്ത്രത്തിൽ നിന്നൊന്നും പഠിക്കാനുമില്ല. എന്നാൽ ബൈബിളിൽ നിന്ന് ശാസ്ത്രത്തിന് ഒത്തിരി പഠിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ബൈബിൾ തലയിൽ ഉയർത്തിപ്പിടിക്കാം. കോളേജിൽ അഭിമാനത്തോട് കൊണ്ടുപോകാം. വളരെ മനോഹരമായിട്ടാണ് ഈ ബൈബിൾ ആരംഭിക്കുന്നത്. ഞാൻ അതിന്റെ മേഖലയിലേക്കൊന്നുമല്ല പോകാനെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ സൂര്യനും ചന്ദ്രനും താരാപഥങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലത്ത് ദൈവമുണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് ഗാഡ്. ദൈവമുണ്ട്. പക്ഷെ സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ഈ ജീവജാലങ്ങളൊന്നുമില്ല. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം മനുഷ്യനുണ്ടാകുന്നതിന് മുൻപേ, മതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ, ഭൂമി ഉണ്ടാകുന്നതിന് മുൻപേ, സൂര്യനുണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന ദൈവത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. മനുഷ്യൻ നിർമ്മിച്ചതോ മനുഷ്യൻ ഉണ്ടാക്കിയതോ ആയ ഒരാളെ കുറിച്ചല്ല. മനുഷ്യനുണ്ടാകുന്നതിന് മുൻപേ, പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപേ, മതമുണ്ടാകുന്നതിന് മുൻപേ, മതഗുരുക്കന്മാർ ഉണ്ടാകുന്നതിന് മുൻപേ, മതസാഹിത്യം ഉണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ആ ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നു. ആ ദൈവത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആ ദൈവമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. നമുക്ക് അസാധ്യമായതാണല്ല. എനിക്ക് നിങ്ങൾക്കും അസാധ്യമായതാണല്ല. പക്ഷേ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. പക്ഷേ ദൈവത്തെ മുൻപിൽ കൊണ്ടുവരണം. ഇവിടെ സിസ്റ്റർ പെർസിസ് താൻ ഒരു പെർഗൻ സ്റ്റേജിലായിരുന്നപ്പോൾ
ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറയുകയുണ്ടായി. അവിടെ ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവന്നത് കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയാത്ത അത്ഭുത പ്രവർത്തനത്തെക്കുറിച്ചും നമ്മൾ കേട്ടു. ദൈവത്തെ ഒന്നുമില്ലായ്മയിൽ, നമ്മുടെ ജീവിതത്തിലെ ഒന്നുമില്ലായ്മയിൽ നാം ദൈവത്തെ മാനിക്കുകയാണെങ്കിൽ അവിടെ നമ്മളെ അതിശയിപ്പിക്കുന്ന, ലോകത്തെ അതിശയിപ്പിക്കുന്ന, ലോകത്തെ ചിന്തിപ്പിക്കുന്ന, അനേകായിരങ്ങൾക്ക് പ്രയോജനമുണ്ടാക്കുന്ന ചില സൃഷ്ടികൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കും. അതാണ് ബൈബിൾ പറയുന്നതാണ്, seek ye first the kingdom of God and its righteousness, then all those things that you need shall be added unto you. മുന്നമേ അവന്റെ നീതിയും അവന്റെ രാജ്യവും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എപ്പോഴാണ് ആവശ്യം, എവിടെയാണ് ആവശ്യം എന്ന് വരുമ്പോൾ അത് നിങ്ങൾ പോകണ്ട, അത് നിങ്ങളുടെ അടുക്കലേക്ക് വന്നെത്തുമെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ ദൈവമാണോ നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ദൈവമാണോ നമ്മുടെ ജീവിതത്തിൽ ആദ്യം നിൽക്കുന്നതെന്ന് ഒരുപക്ഷെ നമുക്കത് മനസ്സിലാകില്ല. ഒരു പ്രസംഗത്തിലൂടെയോ പാട്ടിലൂടെയോ ഒന്നും നമുക്കത് അത് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പ്രാക്ടിക്കലായിട്ട് ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോഴാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് ആരെയാണ് ആദ്യം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഭൂമിയാണോ, ചന്ദ്രനെയാണോ, സൂര്യനാണോ? ഈ ഭൂമിക്കകത്തല്ലേ സൗത്ത് ആഫ്രിക്കയിലെ മുഴുവൻ സ്വർണവും കിടക്കുന്നു, ഇല്ലേ? ഈ ഭൂമിക്കകത്തല്ലേ ഗൾഫിലെ മുഴുവൻ എണ്ണയും കിടക്കുന്നു, ഇല്ലേ? ഈ പേഴ്സുകൾ എല്ലാം അങ്ങ് ബഹ്റിനിൽ കിടക്കുകയല്ലേ? അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുമ്പോഴേ, ഇതെല്ലാം നിനക്ക് തരാമെന്നും പറഞ്ഞ് സാത്താൻ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴേ, ദൈവത്തെ എങ്ങനെയാ അങ്ങോട്ട് മുമ്പിൽ കൊണ്ടുവരും? ദൈവം നിന്നോട്ടൊരു സൈഡിൽ എന്നറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളും ആയി പോകാൻ സാധ്യതയുണ്ട്. അവിടെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാക്ടിക്കൽ മേഖലയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കണം. ദൈവം എനിക്ക് ഒന്നാം സ്ഥാനത്താണോ? ദൈവം നിശ്ചയമായിട്ടുണ്ട്, നമ്മളെല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, ഞാനും നിങ്ങളുമല്ല. പക്ഷെ ദൈവമാണോ എൻ്റെ ഒന്നാം സ്ഥാനത്ത്? അതോ എൻ്റെ ഭാര്യയാണോ, എൻ്റെ ഭർത്താവാണോ, എൻ്റെ മക്കളാണോ, അല്ലെ എൻ്റെ പണമാണോ, എൻ്റെ ശുശ്രൂഷയാണോ, എൻ്റെ വീടാണോ, എൻ്റെ വിദ്യാഭ്യാസമാണോ, എന്നൊക്കെ എൻ്റെ ജോലിയാണോ? ഇതൊക്കെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് പോലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. പക്ഷേ അത് ചില സന്ദർഭങ്ങളിൽ ദൈവം തെളിയിക്കാനൊരു അവസരം നൽകും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോഴേ പ്രിയ ജോണിക്കുട്ടി പാസ്റ്ററൊക്കെ പഠിച്ച ബൈബിൾ സ്കൂൾ തിരുവല്ലയിൽ ആണ് ഞാൻ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹൈറേഞ്ചിലാണ് എൻ്റെ വീട്, കൊച്ചറ. അപ്പം ഞാൻ ഈ ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ ഒരു ചെറിയ പെട്ടിയും 2-3 ഷർട്ടും ഒക്കെ തയ്പ്പിച്ച് എല്ലാം ഇങ്ങനെ ഒരുങ്ങുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ ഗൗരിയമ്മ. അപ്പം ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ മുതൽ എൻ്റെ അമ്മയ്ക്കൊരു ആശങ്കയുണ്ട്, ഞാൻ വീട് വിട്ടു പോകുമെന്ന്. അങ്ങനെയൊക്കെ ഒരു ധാരണ അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് അമ്മയോട് പറയാതെ തന്നെ ഞാൻ ഈ പെട്ടിയും പിന്നെ 2-3 ഉടുപ്പും ഒക്കെ തയ്പ്പിച്ച്, അന്ന് റെഡിമെയ്ഡ് ഉടുപ്പൊന്നും നമുക്ക് കിട്ടുകയല്ലോ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ പൈസ ഇല്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി തയ്പ്പിച്ച് എല്ലാം ഇങ്ങനെ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ വീട് വിട്ടു പോവുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയെ, എൻ്റെ പാവപ്പെട്ട അമ്മയെ നാട്ടുകാർ പറഞ്ഞു പഠിപ്പിച്ചത്, നിന്റെ മകൻ ക്രിസ്ത്യാനിയായി, അതുകൊണ്ട് ഇനി മാപ്പിളമാരെ അവനെ അമേരിക്ക കൊണ്ടുപോകും, മദാമ്മയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും, പിന്നെ ഒരിക്കലും കിട്ടുകയില്ലെന്നാണ് അമ്മയോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എൻ്റെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളർന്ന എൻ്റെ അമ്മ അത് വിശ്വസിക്കുകയും, അമ്മയ്ക്ക് മദാമ്മയും അമേരിക്കയും വല്ലതും വലുതാണോ? അമ്മയ്ക്ക് അമ്മയുടെ കുഞ്ഞല്ലേ വലുത്. അതുകൊണ്ട് അമ്മയുടെ രീതിയിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ വീട് വിട്ടു പോകാതിരിക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി പോകാമെന്ന്. കൊച്ചറേന്ന് തിരുവല്ല ഒത്തിരി ദൂരമൊന്നും അല്ലെങ്കിൽ പോലും എൻ്റെ 2 കൈകളും അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇത് 1975 കാര്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപാണല്ലേ? 47 വർഷങ്ങൾക്ക് മുൻപ്.
എൻ്റെ 2 കൈയും എൻ്റെ അമ്മ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോനെ നീ എന്നെ വിട്ടു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ കരയാൻ തുടങ്ങി. ഒരു കുട്ടി കരയുന്ന പോലെ കരയുക. എനിക്കത് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല. കാരണം ഞങ്ങൾ ഈ ഹൈറേഞ്ചിലേക്ക് കുടിയേറി പാർത്തത് തന്നെ എൻ്റെ ചിന്തയിൽ എൻ്റെ മാതാപിതാക്കളുടെ ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട് കുടിയേറി പാർത്തതാണ്. അല്ലെങ്കിൽ അന്നൊന്നും ആരും ഹൈറേഞ്ചിൽ കുടിയേറുകയല്ല. കാരണം കാട്ടാനകളും കാട്ടുമൃഗങ്ങളും മലേറിയയും, സ്കൂളില്ല, കോളേജില്ല, ഹോസ്പിറ്റലില്ല, നല്ല മാർക്കറ്റില്ല, ഇങ്ങനെയുള്ള സ്ഥലത്ത് ആരും കുടിയേറുകയില്ല. അപ്പം ഞങ്ങളുടെ മാതാപിതാക്കള് പട്ടിണി സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് ഞാൻ കണക്കൂട്ടുകയാണ്, എൻ്റെ കാലങ്ങൾ പട്ടിണിയുടെ കാലമല്ല, ഈ കാട്ടാനകളും കാട്ടുപോത്തുകളും അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളില്ല, വണ്ടിയില്ല, വഴിയുണ്ട്, ടാറിട്ട റോഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, സ്കൂളില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ചെന്ന് ഞങ്ങൾ 6 മക്കളാണ്. ഈ 6 മക്കളെ ഈ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയത് എനിക്കറിയാം. ആ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ കുറച്ചൊക്കെ എനിക്കറിയാം ആ കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങൾ. അതുകൊണ്ട് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് മുൻപ് എൻ്റെ അമ്മയായിരുന്നു ദൈവം. ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റു ദൈവങ്ങളുണ്ട്, അവരെല്ലാം 2, 3, 4, 5 സ്ഥാനങ്ങളിൽ അവർ നിർത്തിയിരിക്കുകയാണ്. 1981 ഞാൻ വിവാഹിതനായി. അപ്പോൾ 81 വിവാഹിതനായപ്പോഴും തിയോളജിക്കലായിട്ട് തെറ്റായ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടി വന്നു. അത് എൻ്റെ ഭാര്യയുമായിട്ടുള്ള വിവാഹത്തിന് മുൻപുള്ള ഒരു ഉടമ്പടിയാണ്. അതിങ്ങനെയാണ്: യേശു 1, അമ്മ 2, നീ 3. സമ്മതിച്ച കല്യാണം നടത്തിയാൽ മതി. അത് തെറ്റാണ്. യേശു 1, ഭാര്യ 2, അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരേണ്ടത്. പക്ഷെ ഞാനൊന്ന് തിരുത്തി, ദൈവം ക്ഷമിക്കട്ടെ തെറ്റാണെങ്കിൽ. യേശു 1, അമ്മ 2, ഭാര്യ 3. എൻ്റെ ഭാര്യ എഗ്രി ചെയ്തു. അങ്ങനെയാണ് കല്യാണം. മരണം വരെ അങ്ങനെയായിരുന്നു. അപ്പം അത്ര സ്നേഹം എൻ്റെ അമ്മയോട് ഉണ്ടായിരിക്കണം, ഏത് മക്കൾക്കും ഉണ്ടായിരിക്കണം, അവരെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെക്കുറിച്ച്. അപ്പൊ അമ്മ ഇങ്ങനെ എൻ്റെ മുമ്പിൽ കരയുകയാണ്. കരയുമ്പോൾ ഇതെല്ലാം എൻ്റെ ഓർമ്മയിലൂടെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ വലിയ മഴക്കാലങ്ങൾ, എപ്പോഴും ഒരു 40-ാം നമ്പർ മഴ, ഇങ്ങനെ ഉള്ള ഹൈറേഞ്ചിൻ്റെ മേഖലകൾ, മഞ്ഞു മൂടി കിടക്കുന്ന മേഖലകൾ, കാട്ടാനകളും കാട്ടുപോത്തുകളും ഒക്കെ സ്വൈര്യവികാരം നടത്തുന്ന ആ മേഖലകളിൽ, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കൊച്ചു പുൽവേടുകളിൽ ഞങ്ങളെ വളർത്തിയ അമ്മയുടെ ആ കഷ്ടപ്പാടുകൾ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഈ സുവിശേഷം, അപ്പോൾ ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുകയാണല്ലോ, എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പരസ്യവും നടത്തുന്നുണ്ട്, ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയും നടത്തുന്നുണ്ട്. അമ്മയ്ക്ക് അതിലൊന്നും എതിരില്ല. അപ്പം അത് മതി, അത്രയും വലിയ സ്നേഹം യേശുവിനോട് മതി, ആ സുവിശേഷം മതി. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും പരസ്യവും നടത്തുന്നുണ്ട്, അതിനുവേണ്ടി ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഈ ആത്മീയമൊക്കെ മതി. ഇതിനേക്കാൾ കൂടുതലൊരു ആത്മീയം വേണ്ട. അപ്പോൾ അമ്മയുണ്ട്, യേശുവുണ്ട്, സുവിശേഷമുണ്ട്, എല്ലാം ഉണ്ട്, നാടുമുണ്ട്, വീടുമുണ്ട്, എല്ലാം ഉണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ എളുപ്പം തന്നെ മനസ്സിൽ കർത്താവിൻ്റെ അക്രൂശിത രൂപം തെളിഞ്ഞു വന്നു. അക്രൂശിത രൂപം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അപ്പൊ യേശു ക്രൂശിതനായി കിടക്കുന്നു, എന്നെ നോക്കുന്നു. എൻ്റെ അമ്മയും എൻ്റെ അടുത്ത് നിന്ന് നോക്കുന്നു. അമ്മയും എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് യേശു എന്നോട് ചോദിക്കുന്ന പോലെ തോന്നുകയാണ്. ഇതൊരു ലിറ്ററലി സംഭവിച്ചാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഇറ്റ് ഹാപ്പൻഡ്. യേശു എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്, ഇതിലാരെ നീ ഏറ്റവും അധികമായി സ്നേഹിക്കും? ഒരു ഭയങ്കര ചോദ്യം. രണ്ടുപേരെയും കർത്താവെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയും. യേശു അതൊരിക്കലും ഡിനൈ ചെയ്യല്ല. ഇപ്പോൾ എന്നോടുള്ള ചോദ്യം അതല്ല, ഇതിലാരെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു? ഞാൻ കൊടിഞ്ഞുപോയി. ഞാൻ ഹൃദയം കഠിനമാക്കി പറഞ്ഞു, യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഹൃദയം കടിപ്പിച്ചുകൊണ്ട് ഒരു മകൻ ഒരിക്കലും പറയരുതാത്ത വാക്കുകൾ ഞാൻ പറഞ്ഞു. അമ്മേ, ഞാൻ അമ്മയെ സ്നേഹിക്കും, പക്ഷെ യേശുവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി.
പല പരീക്ഷകൾ എനിക്ക് പിന്നെ എഴുതേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന കാലത്ത് അങ്ങ് പറന്ന് വീട്ടിൽ ചെല്ലത്തക്കതുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവസാനത്തെ ആ ടെസ്റ്റ്, ആ പരീക്ഷ ഞാൻ എഴുതേണ്ടി വന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് എനിക്ക് കോഴഞ്ചേരി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കണം. ശനി ഞായറും ഞാനാണ് പ്രസംഗിക്കുന്നത്. ശനിയാഴ്ച ഞാൻ പ്രസംഗിച്ച് മടങ്ങി വന്നു മുണ്ടിപ്പള്ളിയിൽ. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ അമ്മ, അവൻ യേശുവിന് വേണ്ടി എൻ്റെ അമ്മയെ വിട്ടുപോയത് കൊണ്ട് എൻ്റെ സഹോദരങ്ങളിൽ ആരെക്കാളും അധികം എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാനുള്ള അവസരം ദൈവം എനിക്ക് പിന്നീട് നൽകി. അപ്പം ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ അമ്മ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോഴഞ്ചേരിയിലെ ആ കൺവെൻഷൻ കഴിഞ്ഞ് മുണ്ടിപ്പള്ളിയിൽ വന്നു. അമ്മ ഉറങ്ങിയിട്ടില്ല, എന്നെ കാത്തിരിക്കുകയാണ് യോഗത്തിൻ്റെ വിവരം അറിയാൻ. അമ്മ യോഗ വിവരങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അനുഗ്രഹമായിരിക്കുന്നു അമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോയി. പക്ഷെ എനിക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അമ്മയുടെ അടുത്തിരിക്കണമെന്ന് തോന്നി. ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ രാത്രി 11 മണിയായി കാണും, ഞാൻ അമ്മയുടെ കട്ടിൽ പോയിരുന്നു. അമ്മ നല്ല കൂർക്കം വലിച്ചുറങ്ങാണ്. തലയൊക്കെ നന്നായിട്ട് നരച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ ആ കരം എൻ്റെ മടിയിലെടുത്ത് വെച്ചു. അപ്പം ആ കൈയെല്ലാം ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞിരിക്കുകയാണ്, ആ മുഖം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഹൈറേഞ്ചിലേക്ക് പോയി. ഘോരമായ മഴയത്തെൻ്റെ അമ്മ ജോലി ചെയ്യുന്നതും റേഷനരി മേടിച്ചുകൊണ്ട് വരുന്നതും അതുണ്ടാക്കാൻ വിറക് തലയിൽ വെച്ചുകൊണ്ട് വരുന്നതെല്ലാം ഞാൻ അവിടെ ഇരുന്ന് ഓർക്കുകയാണ്. എളുപ്പം അമ്മ ഞെട്ടി ഉണർന്നു. എന്നോട് പറഞ്ഞു, മോനെ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? യോഗം കഴിഞ്ഞ് വന്ന പോയി കിടക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇനി അമ്മ അധികം നാൾ നമ്മളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല. അടുത്ത ഒരു ഞായറാഴ്ചയാണ്. അന്ന് ആ സഭായം തീരുന്നതോടുകൂടി എൻ്റെ അമ്മയെ ആഗ്രഹിച്ച പോലെ മരിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വേദനയില്ലാതെ മരിക്കണം, ഇങ്ങനെ കിടക്കരുത്, ഇങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ. ആ ദൈവം സാധിപ്പിച്ചു കൊടുത്തു. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ ഭാര്യ ഇടയ്ക്ക് എൻ്റെ അമ്മയെ കാണാനൊന്ന് പോയി. സഭായത്തിനിടയ്ക്ക് അമ്മ ഇപ്പോൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ എനിക്ക് അല്പം ജീരകവെള്ളം വേണം. സ്പെഷ്യലായി പറഞ്ഞാൽ ജീരകവെള്ളം. ഇപ്പോഴും ജീരകവെള്ളം നമ്മുടെ വീട്ടിൽ ഇടാറില്ല. പക്ഷെ അന്ന് അവിടെ സഭയായതുകൊണ്ടും സഭ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ കുടിക്കാൻ ജീരകവെള്ളം അവിടെ ഞങ്ങൾ കൊടുക്കുന്നു. അതിട്ട് വലിയ പല കാലത്തിൽ അവിടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എളുപ്പം എടുത്തു കൊടുക്കാൻ കഴിഞ്ഞു. അതെടുത്ത് കൊടുത്തു. അമ്മ നിർബന്ധിച്ച് സഭായത്തിന് വിട്ടു. പിന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ അമ്മ മരിക്കുകയാണ്. ഞാൻ ഓടി വരുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പോലും അമ്മ പ്രയാസപ്പെട്ടില്ല. അമ്മയൊന്ന് മയങ്ങി, ആ മയക്കത്തിൽ അമ്മ മരിക്കുകയാണ്. അവിടുന്ന് യോഗത്തിൻ്റെ സംഘാടകരായിട്ടുള്ള ചിലർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. യോങ്കേഴ്സിൽ നിന്ന് ഒരു ജോണിച്ചാനൊക്കെ ഉണ്ടായിരുന്നു. ആ ജോണിച്ചാനൊക്കെ അതിൻ്റെ സ്പോൺസേഴ്സാണ്. അപ്പോൾ അവരന്ന് അവിടെ സഭായത്തിനുണ്ട്. അപ്പോൾ അവർക്കിത് വലിയൊരു ഞെട്ടലായിപ്പോയി. അതാ യോഗത്തിൻ്റെ അവസാന ദിവസമാണ്. 1-2 വർഷമായിട്ട് പ്രാർത്ഥിച്ച് നടത്തുന്ന ഒരു യോഗമാണിത്. അപ്പോൾ അവർ ആ യോഗത്തിൻ്റെ ഒരു പ്രഭാഷകനെ വിളിക്കാനായിട്ട് പോയി. അന്ന് പാസ്റ്റർ ഭീമോനിച്ചൻ ഇടയാറുമുളയിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എന്ന് അവരെ വിളിച്ചു. പാസ്റ്റർ ഭീമോനിച്ചൻ എന്നോട് ഒരു സ്നേഹമുണ്ടായിരുന്നുകൊണ്ടും അതൊരു സുവിശേഷ യോഗമായതുകൊണ്ടും അദ്ദേഹം എനിക്ക് പകരമായിട്ട് പ്രസംഗിക്കാൻ സമ്മതിച്ചു, സാഹചര്യം മനസ്സിലായപ്പോൾ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി ഞങ്ങളുടെ തിരുവല്ലയിലെ ഇവാഞ്ചൽ പ്രസ് മാനേജരും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന രാജൻ സാറിൻ്റെ മെറ്റഡോർ വാഹനത്തിൽ എൻ്റെ മടിയിൽ എൻ്റെ അമ്മയുടെ തല വെച്ച് ഞങ്ങൾ തിരുവല്ല മെഡിക്കൽ മിഷൻ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 1975 ഞാൻ അമ്മയോട് പറഞ്ഞ് തുടങ്ങിയൊരു പരീക്ഷയുണ്ട്. അതിതാണ്, അമ്മേ, ഞാൻ അമ്മയെക്കാളധികം യേശുവിനെ സ്നേഹിച്ചിരിക്കും. ഇത് ഈ പരീക്ഷയുടെ അവസാനത്തെ പരീക്ഷയാണ്. ഇനി ആ വിഷയത്തിൽ എനിക്ക് പരീക്ഷ എഴുതേണ്ടതില്ല. ഞാൻ ഇന്ന് യേശുവിനെ പ്രസംഗിക്കാൻ പോകുമോ? ആ മോർച്ചറിയുടെ വാതിൽ തുറന്നു. എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി അതിലേക്ക് വെച്ചു. ആ മോർച്ചറിയുടെ കഥ കടഞ്ഞപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഹാർട്ടിൽ വന്ന്
അടിച്ചതുപോലെ എനിക്ക് തോന്നി. ലിറ്ററലി ഐ ഫെൽറ്റ് ദ പെയിൻ. പക്ഷെ അവിടുന്ന് ഞങ്ങൾ നേരെ ആ കോഴഞ്ചേരിയിൽ കൺവെൻഷനിലേക്കാണ് പോയത്. 1.5 മണിക്കൂർ എനിക്ക് അവിടെ പ്രസംഗിക്കാൻ ദൈവം ഇടയാക്കി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവമാണോ ഒന്നാമതായിട്ടുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ സ്വന്തം ജീവനെയോ സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ലെന്ന് മറ്റാരുമല്ല പറഞ്ഞത്, നസ്രയനായ യേശുവാണ്. സ്വന്തം ചെയ്താട്ടെ. ഒന്നുകൂടെ നമ്മുടെ ആത്മീകത്തെ ഒന്ന് വിലയിരുത്താൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇൻ ദ ബിഗിനിങ് ഗാഡ്, ആദിയിൽ ദൈവം. എന്റെ ജീവിതത്തിന്റെ ആദിയിൽ ദൈവമാകണം. ജീവനേക്കാൾ അധികം എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ? ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി എന്നെ വിളിക്കുകയാണ്, പാസ്റ്ററെ അമ്മയ്ക്ക് പൾസ് ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി അമ്മ മരിച്ചു പോയെന്ന്. കാരണം ഒരു കോവിഡ് രോഗിയായിരുന്നു. ആ വീട്ടിൽ എന്നെ വിളിച്ച് മകൾക്കും കോവിഡാണ്, അവരുടെ കൊച്ചുമക്കൾ 2 പേരുണ്ട്, അവർക്കും കോവിഡാണ്, അടുത്തുള്ളവരുടെ ബന്ധുക്കളുണ്ട്, അവർക്കും കോവിഡാണ് എന്നെനിക്കറിയാം. അപ്പൊ ഈ RNA വൈറസ് ചെയ്യുന്ന ഭയാനകമായ കാര്യം എനിക്കറിയാം. സയന്റിഫിക്കലായിട്ട് ഒത്തിരി അറിവ് അതിനെക്കുറിച്ചില്ലെങ്കിലും അല്പമായിട്ട് ആ കാര്യം ഞാനും പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം വൈറസിന് മരുന്നില്ലെന്ന് നമുക്കറിയാം. ഒരു വൈറസിനും മരുന്നൊന്നുമില്ല. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ആന്റിബോഡിക്ക് മാത്രമേ അതിനെ തകർക്കാനൂ. ഈ വാക്സിൻ അതിനൊരു സഹായമാകും. വാക്സിൻ ഒരു മരുന്നല്ല. വാക്സിൻ നമ്മുടെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ അതർ വേ നമ്മുടെ ശരീരത്തെ അത് ഫൂൾ ചെയ്യുകയാണ്. നമ്മുടെ ലിംബോസൈറ്റുകളിൽ ഒരു ഫേക്കായ ID കൊടുത്തിട്ട് അതിനൊരു ആന്റിബോഡി ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാസ്മ കോശങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് വാക്സിൻ എന്ന് പറയുന്നത്. അല്ലാതെ വൈറസ് രോഗങ്ങൾക്കൊന്നും മരുന്നില്ല. ഒരു മരുന്നും ഫലപ്രദമല്ല. അതിന് സൈഡ് എഫക്റ്റിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരിക്കും. എത്രയോ ആൾക്കാർ മരിച്ചില്ലേ? എത്രയോ ആൾക്കാർ മരിച്ചു. ആരോഗ്യമുള്ളവരല്ലേ മരിച്ചത്? പണമുള്ളവരല്ലേ മരിച്ചത്? ഡോക്ടർമാരല്ലേ മരിച്ചത്? വലിയ രാഷ്ട്രീയ ഉന്നത സ്വാധീനമുള്ളവരല്ലേ മരിച്ചത്? സ്വന്തമായി ഹോസ്പിറ്റൽ നടത്തുന്നവരല്ലേ മരിച്ചത്? വൈറസിനും ഈ കളി നോക്കിയില്ല. അപ്പൊ അത് സാമാന്യമായിട്ട് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ബുദ്ധിപരമായി ചെയ്യേണ്ട ശുശ്രൂഷ, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ കേട്ടോ എന്ന് പറയേണ്ടതാണ്. ആ ബുദ്ധിയും എനിക്കുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞത് നിന്റെ ജീവനേക്കാൾ എന്നെ സ്നേഹിക്കണമെന്നാണ്. അതിനൊരു പ്രാക്ടിക്കൽ എക്സാം വേണ്ടേ? എപ്പോഴും അങ്ങനെ ഒരു എക്സാം വരുമോ? എനിക്കിത് കിട്ടി. ഞാൻ എൻ്റെ വാഹനവുമായിട്ട് ഓടി ആ വീട്ടിൽ ചെന്നു. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു പാസ്റ്റർ സുമേഷുണ്ട്, ചെറുപ്പക്കാരനാണ്. അയാൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അതേ ഓടി വന്നു. ഞാൻ പറഞ്ഞു താൻ തൻ്റെ വീട്ടിൽ പൊക്കോളം പറഞ്ഞു. വിടെങ്ങും കണ്ടേ കരുതി കയറിയെന്ന് പറഞ്ഞു. പാസ്റ്ററാണ്. അദ്ദേഹത്തെ ഞാൻ അവിടെ നിർത്തിയില്ല. അദ്ദേഹത്തെ ഓടിച്ചു വിട്ടു. അദ്ദേഹത്തിൻ്റെ ജീവൻ എനിക്ക് പ്രധാനമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആ വീട്ടിലെ ഒരു സഹോദരൻ എന്നോട് ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ എല്ലാവർക്കും കോവിഡ് രോഗമാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയാം. ഞാൻ ആ മുറിയിലേക്ക് കയറിയപ്പോൾ ഈ മരിച്ച സഹോദരിയുടെ കാല് ആ കട്ടിലോട്ടൊന്ന് എടുത്തു വെക്കാൻ ആരുമില്ല. ഒരു കാല് കട്ടിലിന് പുറത്ത് കിടക്കുക. മകളും കോവിഡാണ്, ഈ കുഞ്ഞുങ്ങളും കോവിഡാണ്, ബന്ധുക്കളെല്ലാം ഉണ്ട്. ആർക്കും കൂടെ കയറാൻ കഴിയുന്നില്ല. ആ ഡെഡ് ബോഡി ആംബുലൻസിൽ കയറ്റി അയച്ച് ആ മൃതശരീരം ഞാൻ തന്നെ അടക്കുകയാണ്. എൻ്റെ സഹശുശ്രൂഷകന്മാരോടെല്ലാം, വിശ്വാസികളോട് ഞാൻ പറഞ്ഞു, അകലെ നിന്നുകൊണ്ട് ഒറ്റയെണ്ണം ഇങ്ങോട്ട് അടുത്ത് വന്നേക്കരുത്. അവരുടെയൊക്കെ ജീവൻ എനിക്ക് പ്രധാനമാണ്. ഞാൻ ആ ഡെഡ് ബോഡിയുടെ അടുക്കൽ നിന്ന് ആ ശുശ്രൂഷ നടത്തി. ആ കോവിഡ് രോഗികളെ വിളിച്ച് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു.
എനിക്കെൻ്റെ ജീവനേക്കാളും എൻ്റെ യേശുവിനെ സ്നേഹിക്കണം. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തമായി ശക്തമായി. ഹല്ലേലൂയ. നിന്റെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, നിന്റെ ജീവനേക്കാൾ യേശുവിനെ സ്നേഹിക്കാനായി കഴിയുമോ? അത് പ്രാക്ടിക്കലായിട്ട് തെളിയിക്കാനായിട്ട് കഴിയുമോ? പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവൻ പുള്ളിക്കാരന് ഈ 150 മീൻ കിട്ടിയപ്പോൾ മുക്കോനാണല്ലോ. പുള്ളി ഭയങ്കര സന്തോഷത്തില്. ഈ മുക്കോൻ എന്ന് പറയുമ്പോൾ ഈ ജാതി ചിന്തയിൽ നിങ്ങളൊന്നും ചിന്തിക്കരുത് കേട്ടോ. അത് ഇന്ത്യയിലാണ് ഈ ജാതി ചിന്തയിൽ തൊഴിലധിഷ്ഠിതം. നല്ല സവർണനായ ഒരാളായിരുന്നു പത്രോസും. നല്ലൊരു സവർണരായൊരു കാർപ്പൻ്ററായിരുന്നു വിശുദ്ധനായ യോസഫും എല്ലാം. നമ്മുടെ രാജ്യത്തിലാണ് തൊഴിലധിഷ്ഠിതമായി വർണ്ണത്തോടടിസ്ഥാനമായിട്ടുള്ളത് വന്നത്. എങ്ങനെയോ വന്നതാണ്. അതുകൊണ്ട് മുക്കവൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തയിലൊന്നും ചിന്തിക്കരുത്. നല്ലൊരു തൊഴിലാണത്. അപ്പോൾ നമ്മുടെ നാട്ടിലും വെള്ളം കയറിയപ്പോൾ, ഇവിടെ വെള്ളം കയറിയെന്ന് അറിയത്തില്ല. ഇവിടെ പാസ്റ്റർ വെള്ളം കയറിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളം ഇല്ലേ? ഇവിടെ വെള്ളം കയറിയപ്പോൾ കൊച്ചമ്മമാരെല്ലാം രക്ഷപ്പെട്ടത് തിരുവനന്തപുരത്തു നിന്നൊക്കെ മുക്ക ജോലി ചെയ്യുന്ന സഹോദരന്മാരെത്തിയത് കൊണ്ടാണ്. ഒന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. ഞാനവിടെ പോയി കേട്ടോ. ഞാൻ നന്ദി പറയാനും സ്വതന്ത്രം പറയാനും അവരുടെ ഇടയ്ക്ക് അതിന് കഴിഞ്ഞൊരു യോഗത്തിന് പോയി. ഞാൻ ഈ കടൽ തീരങ്ങളിലെ പാർശ്വം പോലീസുമായിട്ട് അങ്ങ് കൊല്ലം തുടങ്ങി അങ്ങ് രാമേശ്വരം വരെയുള്ള കടൽ തീരങ്ങൾ മൈലുകൾ യാത്ര ചെയ്ത് ആ കടൽ തീരങ്ങളിൽ കിടന്ന് സുവിശേഷം പറഞ്ഞു. കൊല്ലം ഭാഗത്ത് വന്നപ്പോഴേ AG ചർച്ചിൽ ഞങ്ങൾക്ക് യോഗമുണ്ട്. പക്ഷേ ഡാനിയൽ സാറും ഒക്കെ ഉണ്ട്. അന്ന് ഡാനിയൽ സാറുണ്ടോ? ഇപ്പോഴേ മരിച്ചുപോയി. ഡാനിയൽ സാറും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ആ ആൾക്കാരുടെ ഇടയ്ക്ക് ഇരിക്കാൻ മേല. കാരണം ഈ മീനിൻ്റെ നാറ്റം കുളിച്ചിട്ടും മാറുന്നില്ല. ഞാനിതെന്ന് ഓർക്കുന്നുണ്ട്, ആ കാലങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ജോലിയാണ് കേട്ടോ. അത് മോശമായ ജോലിയൊന്നുമല്ല. അപ്പം അവർക്ക് എപ്പോഴും മീനാണ് വലുത്. ഈ 153 മത്സ്യങ്ങൾ എണ്ണി വെച്ചിരിക്കുക. അത് എത്ര ഉണ്ടെന്ന് എണ്ണത്തക്ക നിലയിൽ വലിയ മത്സ്യമാണ്. ഒരു പാസ്റ്റർ നല്ല പാട്ടെഴുതാനുള്ള പരിപാടി ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുക, ഈ മീൻ ഇങ്ങനെ പടയുന്നതില്ല, ഇങ്ങനെ നോക്കുക. ഒന്നും ചത്തിട്ടില്ല, എല്ലാം വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്, വലയിൽ തന്നെ കിടക്കുകയാണ്. അപ്പം പുള്ളിക്ക് ഭയങ്കര ഒന്ന് ഉണർവ് കൂടിയിട്ട് വസ്ത്രം പോലും ഇല്ലാതെ ആളെടുത്ത് ചാടിയെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഉണർവ് നമുക്ക് വേണ്ട. എന്നിട്ട് പുള്ളി ഇടയ്ക്ക് പാപിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. വിട്ടുപോകാനൊക്കെ പറയുന്നുണ്ട്. ഈ മീനിൽ നോക്കുക. അപ്പം കർത്താവ് അവർക്കൊരു ചെറിയ ശാപ്പാടും എല്ലാം കൊടുത്തിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പണ്ട് പേരൊക്കെ ഒന്ന് മാറ്റിയാണെങ്കിലും കർത്താവ് ആ പഴയ പേര് ചോദിക്കുകയാണ്. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ വെറും യോഹന്നാന്റെ മകനാണെന്ന് കർത്താവിന്റെ വാക്കുകളൊക്കെ ഭയങ്കരമാണ് കേട്ടോ. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻ എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ തമാശയും കർത്താവിന്റെ വാക്കുകളും ഒക്കെ നമ്മൾ 1000 ദിവസം ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യമാണ്. ഇനി പത്രോസാണെന്നൊക്കെ പറഞ്ഞ് പേരിട്ട കർത്താവ് ഫിലിപ്പിന്റെ കൈസരിൽ വെച്ചിട്ട് പേരിട്ട കർത്താവ് ഇവിടെ പറയുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ. അപ്പൊ ഈ മീൻ ഇങ്ങനെ പെടയുമ്പം പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാ, അങ്ങോട്ട് നോക്കും, ചാടി പോകുമെന്നുള്ള പേടിയായി. വല വിട്ടേ, ഭയങ്കരം 8-10 കിലോ ഒക്കെ ഉള്ള മീനാ. അപ്പം പുള്ളിക്കാരൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ശിഷ്യന്മാരെക്കാളൊക്കെ വലിയ പുള്ളിയാണ് ആര്? പത്രോസ് എന്നാണ് ആരുടെ ധാരണ? പുള്ളിയുടെ ധാരണ. അങ്ങനെ ഒരു ധാരണയും പുള്ളിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് നല്ലൊരു ചോദ്യം ചോദിച്ചു, ഇവയിലധികമായി ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ആ ചോദ്യം. ഇവയിലധികമായി ഇവരിലധികമായി. ഷാജി പാസ്റ്റർ ലേഖനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ, അടുത്തൊരു ലേഖനം അല്ലേ, ചിന്തിക്കല്ലേ?
അവൻ പത്രോസ് പറഞ്ഞു, ഉവ്വേ കർത്താവേ. അതിന് ഗ്രീക്കിലും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ദേവദാസന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അവൻ കർത്താവ് പിന്നെയും ചോദിച്ചു അതേ ചോദ്യം. അവൻ ഉവ്വ കർത്താവ് എന്ന് പറഞ്ഞു. എളുപ്പം മറുപടി. കർത്താവ് മൂന്നാമതും അതേ കാര്യം ചോദിച്ചപ്പോൾ പത്രോസിന് പിടികിട്ടി. പത്രോസിനോട് ഒരു 3 പ്രാവശ്യം പറഞ്ഞാലേ പുള്ളിക്ക് മനസ്സിലാവും, അത് വേറൊരു കാര്യമാണ്. 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി. ഞാൻ പറയുന്നത് ശരിയല്ലെന്ന് ഇപ്പോൾ കർത്താവിന് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് കർത്താവിനോട് സ്നേഹമുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും ഇവയെക്കാളും ഒന്നും ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നില്ല. ഇനി ഒരു 153 കൂടെ ഒരു 7 മത്സ്യവും കൂടെ കൂടിയാൽ സ്തോത്രം ഞാൻ 2 കൂടെ പറയും. അത് വള്ളം നിറഞ്ഞാൽ ഞാൻ തുള്ളിച്ചാടും. എന്നാൽ അടുത്ത ദിവസം മീൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ സഭായോഗത്തിന് പോലും പോകുകയില്ല. ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ആത്മീകമാണ്, യേശുവുമായിട്ടുള്ള ബന്ധമാണ്. യേശുവിന് വേണ്ടി എന്തും ചെയ്ത് കളയും. ഈ സംഗതി കിട്ടിക്കൊണ്ടിരിക്കണം. എന്ത് കിട്ടിക്കൊണ്ടിരിക്കണം? മീൻ കിട്ടിക്കൊണ്ടിരിക്കണം. ഇതാണ് ആത്മീകം. കർത്താവിന് അതല്ലായിരുന്നു വേണ്ടത്. അവസാനം അവൻ പൊട്ടിക്കരഞ്ഞതുപോലെ ഈ രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും ഒന്ന് കരയാൻ കഴിയുന്നെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ പാടുന്നവരാണ്, നമ്മൾ പ്രസംഗിക്കുന്നവരാണ്, നമ്മൾ ആരാധിക്കുന്നവരാണ്, നമ്മൾ സഭാ ശുശ്രൂഷകരാണ്, നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. നിശ്ചയമായിട്ടും നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രാക്ടിക്കലായിട്ട് ആഴമായി ഒന്ന് പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ ചില ചിന്തകളുണ്ട്. ഈ മോനി പാസ്റ്ററും പ്രിയ സ്റ്റീഫൻ പാസ്റ്ററും ഒക്കെ സൗദിയില് അല്ലേ, റിയാദിലായി. ഞങ്ങളുടെ മുണ്ടിപ്പള്ളി ചർച്ചിൽ ഞങ്ങളുടെ ഒരു കുടുംബം സൗദി അറേബ്യയിൽ നിന്ന് 2 വർഷത്തെ അവധി കഴിഞ്ഞ് വരികയാണ്. അപ്പം പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാനും അവരുടെ കുടുംബക്കാരും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ആ ദിവസം എനിക്കൊരു ഫോൺ കോൾ സൗദി അറേബ്യയിൽ നിന്ന് വരികയാണ്. അതിങ്ങനെയാണ്: പാസ്റ്റർ, കുഞ്ഞുമോനും ഒക്കെ നാട്ടിലേക്ക് വരാൻ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവരൊരു പ്രാർത്ഥന നടത്തുകയായിരുന്നു ബുറേദ എന്ന് പറയുന്ന സ്ഥലത്ത്. പക്ഷേ ഒറ്റുണ്ടായി, പോലീസ് റെയ്ഡുണ്ടായി. അവർ 25 സഹോദരന്മാരുണ്ടായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് പാസ്റ്റർ എന്ന് ആ വീട്ടിലൊന്ന് പറയണം. ആ കാലങ്ങളില് സൗദിയിൽ, പ്രത്യേകിച്ച് ഈ ബുറേദ മേഖലകളില്, റിയാദ് മേഖലകളില് ഒക്കെ, മോനി പാസ്റ്ററൊക്കെ പ്രവർത്തിച്ച ജിദ്ദയുടെ മേഖലയില് ഒക്കെ അന്ന് ഈ പ്രാർത്ഥന, ബൈബിൾ, യോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ആ സഹോദരനെ സംസാരിച്ചു തരുന്നോ ഫോണ്? ഞാനൊന്ന് നിർത്താൻ, പുള്ളിക്ക് കേൾക്കുന്നില്ലെങ്കിൽ പറഞ്ഞു തരുന്നോ? ഓക്കെ. കാരണം ബ്രദറിന്റെ ഫോൺ വിളിക്ക് ശല്യം വരാതിരിക്കാൻ ഞാൻ നിർത്തിയതാണ്. കരമുയർത്തി വന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുപോലെ ഫോൺ വിളിക്കുന്നവരെല്ലാം വിളിച്ചോണം. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രയാസപ്പെടണം. ഞാൻ അന്നേരം മൈക്ക് ഓഫാക്കി ഇവിടെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഞാനേതായാലും വിശ്വാസികളെല്ലാം അറിയിച്ച് ഒരു പ്രാർത്ഥനയായിട്ട് തന്നെ അങ്ങ് ചെന്നു. അപ്പം പതിവില്ലാതെ സഭാജനങ്ങളും പാസ്റ്ററും ചെന്നപ്പോൾ അവർക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു, നമുക്ക് ഏതായാലും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ആ സഹോദരിയും കുഞ്ഞുങ്ങളെയും എല്ലാം വിളിച്ചിരുത്തി. ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുമോൻ ഇപ്പോഴേ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാണ്. ഒരു വലിയ ഷോക്കായിരുന്നു. കുഞ്ഞുങ്ങളെ ഈ മിഠായിയും ഉടുപ്പും ഗൾഫിലെ സാധനങ്ങളൊക്കെ കാണാൻ കൊതിക്കുന്നവരാണല്ലോ. തൻ്റെ ഭാര്യ ഒരു സാരി, അതവർക്ക് ഷോക്കായിരുന്നു. പക്ഷെ പറഞ്ഞില്ലേ ഒക്കൂ, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അവരെ ധൈര്യപ്പെടുത്തി. അടുത്ത ദിവസം എനിക്ക് റിയാദിൽ നിന്ന് വേറൊരു കോൾ വരികയാണ്. പാസ്റ്റർ, ഇവിടം വരെ വരുന്നോ? നമുക്ക് ചില ക്ലാസ് നടത്താം. അപ്പോൾ എനിക്കന്ന് കാനഡയിലും അമേരിക്കയിലും കുവൈറ്റിലും ബഹ്റിനിലും യോഗത്തിന് വേണ്ടി ആൾക്കാരനെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങും പ്രശ്നമുള്ള സ്ഥലങ്ങളല്ല. ഇവിടെയൊക്കെ ഞാൻ ധാരാളം പോയിട്ടുള്ളതുമാണ്. പക്ഷേ സൗദി പോയിട്ടില്ല. ഈ വിളി വരികയാണ്.
ഒരു ജെയിംസ് ആണ്, വള്ളംകുളംകാരൻ ജെയിംസ്. അപ്പം 2 ജെയിംസ്, വേറൊരു വാരാപ്പുഴക്കാരൻ ജെയിംസ്, അദ്ദേഹം ജിദ്ദയില് ഇപ്പോഴുണ്ട്. ഇവർ 2 ജെയിംസ്മാരും അവിടെ ഉണ്ട്. എൻ്റെ മനസ്സ് എൻ്റെ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് എക്സാം ചെയ്യാനൊരു പരീക്ഷ എനിക്കും. അതുവരെ നമുക്കറിയത്തില്ല. അത് നമ്മളെ വിളിക്കുന്നു, നമ്മൾ പോകുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു, അത്ര തന്നെ. നമ്മൾ ആരോടും പണം ചോദിക്കുന്നില്ല, ദുരുപദേശം പ്രസംഗിക്കുന്നില്ല, യേശുവിനെ പറയുന്നു, അത്ര തന്നെ. അതല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഇതെല്ലാം യേശുവിനോടുള്ള ആ അപാരമായ സ്നേഹമാണ് എന്ന് തെളിയിക്കപ്പെടാൻ ഒരു പരീക്ഷയില്ലല്ലോ. എങ്ങനെ അറിയാം? ഇപ്പോൾ എൻ്റെ മുൻപിൽ പരീക്ഷ വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലെത്തിയതേ ഉള്ളൂ. ഈ സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുമില്ല, ഈ ജെയിംസുമാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരാം. മറ്റു മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്തു. ഞാൻ കണ്ടിട്ടില്ലാത്ത ആ സഹോദരന്മാരുടെ രാജ്യത്തിലേക്ക് ഞാൻ റിയാദിൽ ചെന്നു. എയർപോർട്ടിന് പുറത്ത് വന്നപ്പോൾ ഈ സഹോദരന്മാരെ കണ്ടപ്പോൾ മനസ്സിലായി ഇവരാണ് ജെയിംസുമാര്. അവരെന്നെ സ്വീകരിച്ചു. ആ സന്ദർഭത്തിലായിരിക്കും ഞാൻ മോനിപ്പാസ്റ്ററെ അതോ അതിൻ്റെ ശേഷമോ ജിദ്ദയിൽ ഞാൻ വരുന്നത്. സ്റ്റീഫൻ പാസ്റ്റർ ആ സമയത്ത് അവിടെ ഉണ്ട്. ഞങ്ങൾ ബുറേദയിലേക്ക് പോയി. അവിടെ രാത്രി ഒരു യോഗം ഞാൻ നടത്തി, സ്നാനം നടത്തി, കർത്തൃമേഷ നടത്തി. വരുമ്പോൾ രാവിലെ 4 മണിക്ക് പോലീസ് ഞങ്ങളെയും പിടിച്ചു. പക്ഷേ ഭയമുണ്ടായില്ല, വിറയലുണ്ടായില്ല, അറബി അറിയാത്തതുകൊണ്ടൊന്നും പറഞ്ഞുമില്ല. ഞങ്ങളെ ഏതായാലും വിട്ടു. പക്ഷെ ജീവനേക്കാളധികം യേശുവിനെ സ്നേഹിക്കാൻ കഴിയുമോ എന്നൊരു ടെസ്റ്റ് എഴുതാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തമായി. ഇൻ ദ ബിഗിനിങ് ഗോഡ്, ആദിയിൽ ദൈവം. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, വിദ്യാർത്ഥികളോട് ഞാൻ പറയട്ടെ, ബിസിനസ്സുകാരോട് ഞാൻ പറയട്ടെ, നാട്ടുകാരോട് ഞാൻ പറയട്ടെ, രാഷ്ട്രീയക്കാരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ, നീ എഴുന്നേൽക്കുന്ന നിന്റെ സമയത്തിന്റെ ആരംഭത്തിൽ, നിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആരംഭത്തിൽ, നിന്റെ കൃഷിയുടെ ആരംഭത്തിൽ, നിന്റെ എല്ലാറ്റിന്റെയും ആരംഭത്തിൽ ഈ ദൈവത്തെ ആദരിച്ചാൽ, ഈ ദൈവത്തെ മാനിച്ചാൽ നിനക്ക് കഴിയാത്തത്, നിന്റെ ശാസ്ത്രത്തിന് കഴിയാത്തത്, നിന്റെ രാഷ്ട്രത്തിന് കഴിയാത്തത്, നിന്റെ ബന്ധുക്കൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് കർത്താവായ ദൈവം ചെയ്യും. ബൈബിൾ പറയുന്നത്, the things which is impossible with you, the same is possible with our God. നിന്റെ ഡോക്ടർക്ക് കഴിയാത്തത്, നിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയാത്തത്, നിന്റെ കോടതിക്ക് കഴിയാത്തത്, നിന്റെ പോലീസുകാർക്ക് കഴിയാത്തത്, നിന്റെ മതത്തിന് കഴിയാത്തത്, നിന്റെ പണത്തിന് കഴിയാത്തത്, നിന്റെ കുടുംബത്തിന് കഴിയാത്തത്, ഈ ദൈവത്തെ ഒന്നാമനായി അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അത് സാധിക്കും. ഞാൻ പറഞ്ഞു ശരിയല്ലേ? നിന്റെ കുടുംബം നല്ലതാണ്, പാരമ്പര്യമുള്ള കുടുംബമാണ്, വലിയ വീടാണുള്ളത്, നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്, നല്ല ഗേറ്റാണുള്ളത്, വില കൂടിയ കാറുണ്ട്, വിദേശത്തെ ആൾക്കാരുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും നിന്റെ ഉള്ളിൽ ആ ശൂന്യതയല്ലേ? പലതും നിന്റെ അരയിലും നിന്റെ കയ്യിലുമെല്ലാം കെട്ടിയിട്ടും, പല ഇടത്തോട്ട് പരിപാടികൾ രാത്രിയാമങ്ങളിൽ നീ ചെയ്തിട്ടും ഒന്നിനു പുറകെ ഒന്നായിട്ട് പുറകോട്ട് പോകുന്നതല്ലാതെ നിന്റെ പദ്ധതികളെല്ലാം തകിടം മറിയുകയല്ലേ?
ഇന്ന് രാത്രിയിൽ ആകാശം സൃഷ്ടിച്ച, ഭൂമി സൃഷ്ടിച്ച, നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തെ നീ ആദരിച്ചാൽ, അവനെ നീ ബഹുമാനിച്ചാൽ, അവന് നീ ഒന്നാം സ്ഥാനം കൊടുത്താൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ തൊഴിലിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സഭയിൽ നീ കൊടുത്താൽ, നീ ചിന്തിക്കാത്ത കാര്യങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്യം വളരെ ദുഃഖപൂർണമാണ്. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഈ ദൈവം ഇങ്ങനെയാണോ ഭൂമിയെ സൃഷ്ടിച്ചത്? ഒരു രൂപാകൃതിയുമില്ലാത്തൊരു ഭൂമി. ഭൂമി ഒരു ഗോളാകൃതിയിൽ ഇങ്ങനെ വരാൻ കാരണം വളരെ വർഷത്തെ പരിണാമങ്ങളും വളരെ വർഷങ്ങൾ ഇങ്ങനെ കറങ്ങിയത് കൊണ്ടുമാണ് എന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത്. ആരംഭത്തിൽ അത് അങ്ങനെ അല്ലായിരുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ശരിയാണ്. ഇത് പാഴായിരിക്കുന്നു, ഇത് ശൂന്യമായിരിക്കുന്നു, അവിടെ ഇരുള് മൂടിയിരിക്കുന്നു. ഇങ്ങനൊരു ഭൂമിയാണോ ദൈവം സൃഷ്ടിച്ചത്? വേദപുസ്തകം പറയുന്നത് അങ്ങനെ അല്ലെന്നാണ്. ദൈവം പാഴും ശൂന്യവുമായ ഇരുള് മൂടിയ ഒരു ഭൂമിയെ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ ഈ ബൈബിള് ഹീബ്രു, ആരമിക്, ഗ്രീക്ക് ഭാഷകളിൽ എഴുതിയതാണ്. ആ ഭാഷയിൽ നിന്ന് മറ്റിതര ഭാഷകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് താങ്ങാനുള്ളൊരു കപ്പാസിറ്റി മറ്റ് ഭാഷകൾക്കില്ല. അതുകൊണ്ട് പരിഭാഷകർക്ക് എല്ലാം പരിഭാഷപ്പെടുത്താൻ ഒക്കുകയില്ല. ഇവൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ ഒരു കാലത്ത് പ്രാകൃതന്മാരുടെ ലാംഗ്വേജ് ആയിരുന്നു. ഇംഗ്ലണ്ടിൽ പോലും ഫ്രഞ്ച് യുദ്ധകാലത്ത് നിനക്ക് ഇംഗ്ലീഷ് പറയാൻ അങ്ങോട്ട് മുട്ടുന്നെങ്കിൽ വല്ല കഴുതിയോടും പോയി പറയടാ എന്ന് ഇംഗ്ലണ്ടിന്റെ തെരുവീതിയിൽ പറയുന്നൊരു കാലമുണ്ടായിരുന്നു. ആ ചെറിയ ഭാഷയിലേക്ക് ഈ ബൈബിൾ ഇറങ്ങി വന്നപ്പോൾ അത് വിശ്വഭാഷയായി. ബൈബിളിന്റെ സ്വാധീനം വലിയ അത്ഭുതമാണ്. കരമുയർത്തി സ്തോത്രം ചെയ്യും. അപ്പോൾ മലയാളത്തിന് താങ്ങാൻ കഴിയുന്ന ഭാഷയല്ല ബൈബിളിന്റെ ഭാഷ. ഗ്രീക്ക്, ആരമിക്, ഹിബ്രു ഒക്കെ ഒരു ഡെഡ് ലാംഗ്വേജ് ആയിട്ട് ലിംഗ്വിസ്റ്റ് ചിന്തകന്മാർ കരുതുന്നെങ്കിലും അത് ഭയങ്കര റിച്ചാണ്. അതുകൊണ്ട് അങ്ങനെ അവർക്ക് പരിഭാഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ മൂലഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദി എർത്ത് ബിക്കെയിം വോയിഡ് ആൻഡ് ഫോംലെസ്. ഭൂമി പാഴും ശൂന്യമായി തീർന്നു. അതങ്ങനെ തീർന്നു. ബൈബിളിൽ ഇണയില്ലാത്തതൊന്നുമില്ല. നീ അന്വേഷിക്കുവിൻ, അതിൽ ഇണയില്ലാത്തത് ഒന്നുമില്ല. ഏത് ചോദ്യത്തിനും അതിന് മറുപടിയുണ്ട്. നെക്സ്റ്റ് വേർഡിലായിരിക്കുകയല്ല, മറ്റെവിടെയുണ്ട്. അന്വേഷിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഈ അന്വേഷിച്ച് വരുമ്പോൾ ആ ഭൂമി പാഴ് ശൂന്യമാകുന്ന ആ ദർശനം ഇരമ്യാ പ്രവാചകന് ഒരു ചെറിയ കാഴ്ചപ്പാട് പുള്ളി കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, ഞാൻ ഭൂമിയെ നോക്കി, അത് പാഴായി കണ്ടു, അത് ശൂന്യമായി കണ്ടു, പർവ്വതങ്ങൾ വിറയ്ക്കുന്ന കണ്ടു, പറവകൾ പറന്നുപോയി, പട്ടണങ്ങൾ യഹോവയുടെ കോപങ്ങളാൽ ഇടിഞ്ഞു, ഉദ്യാനം മരുഭൂമിയായി, ഒരു മനുഷ്യനെയും കണ്ടില്ല. അപ്പോൾ ആ കാലത്തേക്ക് ഇരമ്യാവിനെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. എവിടെ? ഭൂമി പാഴാകുന്ന സമയം. അപ്പോൾ അന്നവിടെ പട്ടണമുണ്ട്, ഉദ്യാനമുണ്ട്, പറവകളുണ്ട്, പറക്കുന്ന ദിനോത്സവങ്ങളുണ്ട്. പക്ഷെ അത് പാഴായി. പക്ഷെ അവിടെ അന്ന് മനുഷ്യനുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭൂമിയിൽ പറവകളും ഉദ്യാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോ? അപ്പൊ അവിടെ ആരാ പ്രാർത്ഥിരുന്ന? മനുഷ്യനില്ലല്ലോ, ആദാമിനെയൊന്നും സൃഷ്ടിച്ചില്ലല്ലോ. അത് നമ്മളിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ എസെക്കിയേൽ 28 വരുമ്പോൾ ഒരുത്തനെ ദൈവം കൊണ്ട് ചിത്രീകരിക്കുകയാണ്. അത് ദൈവത്തിന്റെ സൃഷ്ടിയിലെ മനോഹരമായൊരു സൃഷ്ടിയാണ്. രത്നങ്ങളാൽ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനല്ല, ഒരു ദൂതൻ.
രത്നങ്ങളാൽ, എല്ലാ രത്നങ്ങളാലും അങ്ങ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. എന്ന് പറഞ്ഞാൽ അങ്ങ് ഈ മീൻ്റെ തെതുമ്പിൽ പോലെ പിടിപ്പിച്ചിരിക്കുക. അണിയല്ല, മാലയായിട്ട് കൊടുക്കുകയല്ല, സ്വർണം കൊണ്ട് പുള്ളിയെ ഉണ്ടാക്കിയിരിക്കുക. അതിൻ്റെ തടങ്ങളൊക്കെ സ്വർണം കൊണ്ടാണ്. സുന്ദരനാണ്. അത്രയും സൗന്ദര്യമൊന്നും ആദാമിനുണ്ടായിരുന്നില്ല, ആർക്കും ഇല്ല. സംഗീതജ്ഞനാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ആദ്യകാലങ്ങൾ ഞങ്ങൾ കണ്ടുള്ള ഈ ശ്രുതിപ്പെട്ടിയാണ്. ശ്രുതിപ്പെട്ടി ഞങ്ങൾ ഭജനയ്ക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശ്രുതിപ്പെട്ടിയാണ്. എൻ്റെ ജ്യേഷ്ഠൻ അത് വായിക്കാനൊക്കെ അറിയാമായിരുന്നു. പിന്നെ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ഹാർമോണിയുടെ കാലമായി. ഇപ്പം എൻ്റെ ജ്യേഷ്ഠന് ഹാർമോണിയൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത് ഞാൻ ഓർക്കുന്നു. പിന്നെ കുറേ കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ പീറ്റർ സാറിൻ്റെയും കല്ലൂർ കുഞ്ഞുമോൻ്റെയൊക്കെ കാലത്ത് വന്നപ്പോഴാണ് നമ്മുടെ ഇടയിൽ ഈ അക്കോഡിയൻ്റെ കാലം വന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഒത്തിരി വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഓർഗൻ വന്നത്, എല്ലാ സംഗതികളും അതിനകത്ത്. പക്ഷെ ഇതിനെല്ലാം മുൻപ് ഇവന്റെ ചിറകിന്റെ കീഴില് എല്ലാ വാദ്യോപകരണങ്ങളും ദൈവം പിടിപ്പിച്ച പുള്ളി ഒന്ന് അനക്കിയാൽ മതി, എല്ലാം അതിന്റെ ശ്രുതി ലയ താളത്തില് ഒരപശ്രുതി ഉണ്ടാകാതെ വരിക. അത്ര മഹാനായൊരു മനുഷ്യൻ. പുള്ളി വർഷിപ്പ് ലീഡറായിരുന്നു. അയാൾ ഏദൻ തോട്ടത്തിലായിരുന്നു. ആദാമിന്റെ ഏദൻ തോട്ടമല്ല, ഭൂമി മുഴുവൻ അന്ന് ഏദൻ തോട്ടം പോലെയായിരുന്നു. മനോഹരമായ തോട്ടങ്ങളുണ്ടായിരുന്നു, പറവകളുണ്ടായിരുന്നു, പറക്കുന്ന പറവകളുണ്ടായിരുന്നു, പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അവനെ ലൂസിഫർ എന്നും അരുണോദയപുത്രൻ എന്നും ഒക്കെ നമ്മൾ വിളിക്കും. അവനൊരിക്കൽ ചിന്തിച്ചു, ഞാൻ എന്തിന് ഈ മീഖായേലിനെ പോലെയും ഗബ്രിയേലിനെ പോലെയും ആയിരിക്കണം? അവരെക്കാളൊക്കെ സൗന്ദര്യം എനിക്കാണല്ലോ ഉള്ളത്, അവരെക്കാളൊക്കെ ഭംഗിയായിട്ടാണല്ലോ ദൈവം എന്നെ സൃഷ്ടിച്ചത്, അവരെക്കാളൊക്കെ അധികമായിട്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനും പാടാനും എനിക്കാണല്ലോ കഴിവ്. അതുകൊണ്ട് എൻ്റെ കസേര അത്രയും താഴ്ന്നിരിക്കണ്ട, ദൈവത്തിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇരിക്കാം എന്ന് പുള്ളി അങ്ങ് തീരുമാനിച്ചു. പുള്ളി കസേരയും പൊക്കിക്കൊണ്ട് ചെന്നപ്പോൾ ദൈവം ഒരൊറ്റ ശാസന ചാദിച്ചു. അവൻ പിശാചായിപ്പോയി. ആ ശാസന കൊണ്ട് ഭൂമിയുടെ ലിതോസ്ഫിയർ പൊട്ടിക്കേറി, ക്രാന്തിക ചെരുവിന് മാറ്റം വന്നു. ദി എർത്ത് ബിക്കെയിം വോയിഡ് ആൻഡ് ഫോംലെസ്. ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. ദൈവം നൽകിയതല്ലാതെ ഒന്നും എനിക്കും നിങ്ങൾക്കും ഇല്ലെന്നും, ദൈവം നൽകിയ സ്ഥാനമല്ലാതെ മറ്റൊന്നും എനിക്കും നിങ്ങൾക്കും ഇല്ലെന്നും, അത് മനസ്സിലാക്കി മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തെറിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് നൽകപ്പെട്ടതും പാഴായി പോകും, ശൂന്യമായി പോകും എന്നും മറക്കരുത്. അതുകൊണ്ട് അക്കരമുയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, ദൈവമേ ക്ഷമിക്കണമേ, അഹങ്കരിച്ചത് പോയി ക്ഷമിക്കണമേ. ഉറക്കെ പറഞ്ഞാട്ടെ, നീ നൽകിയതല്ലാതെ ഒന്നുമില്ല. എൻ്റെ ആരോഗ്യം നിന്റേത്, എൻ്റെ കുടുംബം നിന്റേത്, എൻ്റെ കുഞ്ഞുങ്ങൾ നിന്റേത്, എൻ്റെ വാഹനം നിന്റേത്, എൻ്റെ ഭവനം നിന്റേത്, എൻ്റെ ശബ്ദം നിന്റേത്, എൻ്റെ ശുശ്രൂഷ നിന്റേത്. ആ ചിന്തയിൽ എപ്പോഴും ഭരിക്കണമേ എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചാട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു മേഖലയിൽ നിഗളമുണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവമേ പാഴാക്കരുതേ, ശൂന്യമാക്കരുതേ, ഇരുള് മൂടാൻ അനുവദിക്കരുതേ എന്നുറക്കെ പ്രാർത്ഥിച്ചാട്ടെ. നീ എത്ര വലിയവനാണെങ്കിലും, നീ എത്ര ഉന്നതനാണെങ്കിലും ദൈവസന്നിധിയിൽ നിഗളിച്ചാൽ നീ പാഴാകും, നീ ശൂന്യമാകും. നീ നിൽക്കുന്ന മേഖലകളും പാഴാകും, ശൂന്യമാകും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെയാണ് ഭൂമി പാഴായിപ്പോയത്. അങ്ങനെയാണ് ഭൂമിയിൽ ഇരുളുണ്ടായത്. അങ്ങനെയാണ് അരുണോദയപുത്രൻ ലൂസിഫർ സാത്താനായത്. പാപം പാഴിലേക്ക് കൊണ്ടുപോകും. സാമ്രാജ്യങ്ങളുടെ ചരിത്രം പഠിച്ചാലും സെക്കുലർ ഫീൽഡിൽ
സിനിമാ നടന്മാരുടെ ചരിത്രം പഠിച്ചാലും നടിമാരുടെ ചരിത്രം പഠിച്ചാലും പാപം എല്ലാ തലങ്ങളിലും മുഖപക്ഷം കൂടാതെ പാഴും ശൂന്യതയുണ്ടാക്കും. പാപം ഒരു ഗുണവും ആർക്കും ചെയ്തിട്ടില്ല. അത് രഹസ്യമായി ചെയ്യാൻ കഴിയുമെങ്കിലും പരസ്യമായത് പ്രസവിക്കും. മോഹം ഗർഭം ധരിക്കും. അതാരും അറിയത്തില്ല, പക്ഷേ അത് പ്രസവിക്കും. എല്ലാവരും അറിയും. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഞടുങ്ങുവീൻ. ഉറക്കെ പറഞ്ഞാട്ടെ, പാപം ചെയ്യാതിരിപ്പീൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഞടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പാഴ്ശൂന്യമാകാതിരിക്കാനാണ്. അല്ലാതെ നമ്മൾ പാപം ചെയ്തുകൊണ്ട് ദൈവത്തിന് വലിയ നഷ്ടമൊന്നും വരാനില്ല. നമ്മൾ പാഴായി പോയി, ശൂന്യമായി പോകും. എന്നാൽ കരുണാസമ്പന്നനായ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിഷയം. ഇതിങ്ങനെ പാഴായി ശൂന്യമായി എത്ര വർഷങ്ങൾ കിടന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. 400 വർഷം കിടന്ന് കാണും. നിങ്ങൾ എപ്പോഴും ഈ ബൈബിളിന്റെ കണക്കുകൾ, ഈ സംഖ്യാശാസ്ത്രം പഠിക്കുമ്പോൾ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംഖ്യാശാസ്ത്രത്തിന്റെ തെറ്റായ പഠനം മുഖാന്തരമാണ് സയൻസ് ബൈബിളിനെതിരായിട്ട് നമുക്ക് തോന്നുന്നു. ഞാനൊരിക്കൽ ഡ്രംഹെല്ലർ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ നോർത്തേൺ പോളിന്റെ മേഖലയിലാണ്, അവിടെ ഈ ദിനോസറുകളുടെ അസ്ഥികൾ കുഴിച്ചെടുക്കുന്ന, സയന്റിസ്റ്റ് കുഴിച്ചെടുക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി. അപ്പോൾ അവിടെ ആ സൈറ്റിൽ ദിനോസറുകളുടെ അസ്ഥികൾ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കത് കാണാം. എന്നിട്ട് അതവർ പിന്നെ കാർബൺ ടെസ്റ്റും അല്ലാത്ത ടെസ്റ്റും ഒക്കെ ചെയ്ത് എത്ര വർഷം മുൻപാ ഇതൊക്കെ ഉണ്ടായിരുന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങൾ, മാമൽസുകൾ, ദിനോസറുകൾ, അതിൻ്റെ അസ്ഥിമാടങ്ങളെല്ലാം ഇന്ന് നമുക്ക് കാണാം. അപ്പം മനുഷ്യനുണ്ടായിട്ട് 6000 വർഷമേ ആയുള്ളൂ, ഭൂമി ഉണ്ടായിട്ട് 6000 വർഷമേ ആയുള്ളൂ. പക്ഷെ 60,000 വർഷം മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ജീവജാലങ്ങളുടെ എല്ലുകൾ നമുക്ക് കാണാം. അത് സയന്റിഫിക്കലി ഓൾമോസ്റ്റ് കറക്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കും. അതെല്ലാം ഈ 6000 വർഷവും 60,000 വർഷമൊക്കെ ആരുണ്ടാക്കിയ കണക്കാ? ആര് പറഞ്ഞു ഇങ്ങനെയുള്ളൊരു കണക്കുണ്ടാക്കാൻ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ കണക്ക് കൂട്ടി നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ ഗ്യാപ്പുകൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ കണക്ക് പറയാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു ഐറിഷ് ബിഷപ്പ്, പുള്ളി ഈ ഭൂമി ഉണ്ടായ സമയം വരെ എഴുതി കളഞ്ഞു. അതാണ് യൂറോപ്പ് ഇന്ന് ഈ നിലയിലൊക്കെ ആകാൻ കാരണം. അത് ആ ബിഷപ്പ് പറഞ്ഞതാണ് അവരെടുത്ത് പറയുന്നത്. അങ്ങനെയൊന്നും ബൈബിളിലില്ല. അത് മനസ്സിലാക്കാൻ ഇത് നമ്മുടെ പ്രസംഗ വിഷയമല്ല. എൻ്റെ ഇങ്ങനെയുള്ള സ്റ്റേജിലല്ല ഞാനിത് പറയുന്നതും. എങ്കിലും ഞാനൊന്ന് പറയാം. ഇവിടെ ഈ 1-ാം ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നതും ആദ്യം എന്ന് പറഞ്ഞിരിക്കുന്നതും അറ്റ് എ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ബൈബിൾ തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഇൻ ദ ബിഗിനിങ് ഗോഡ് create the heavens and the earth. It's not the beginning of the beginning. It's only the beginning of the creation of the earth. എന്ന് പറഞ്ഞാൽ അതുപോലും ഭൂമിയുടെ സൃഷ്ടിയുടെ ആരംഭമാണ്. ഭൂമി സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ആദിയെക്കാളും വേറെ സൃഷ്ടി നടന്നിട്ടുണ്ട്. 2, ഇവിടെ 1-ാം ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആദിയിലെ 1-ാം ദിവസമല്ല, ഭൂമിയെ നവീകരിച്ച 1-ാം ദിവസമാണ്. അപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചു, അത് പാഴ്ശൂന്യമായി 450 കോടി വർഷം കഴിഞ്ഞ് അതിനെ നവീകരിച്ച 1-ാം ദിവസമാണ് ഇവിടുത്തെ 1-ാം ദിവസം. ആ 1-ാം ദിവസം തുടങ്ങി അടുത്ത 3 ദിവസങ്ങളും നക്ഷത്ര ദിനങ്ങളല്ല. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ടുള്ള ദിവസങ്ങളല്ല. കാരണം ഭൂമി ഒരു പ്രത്യേക വെളിച്ചത്തിന്റെ ചുറ്റുമാണ് കറങ്ങുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാതെ കണക്ക് കൂട്ടുമ്പോൾ ഈ 6000ന്റെ കണക്ക് വരും. ഭൂമി 60,000 കോടി വർഷം മുൻപുണ്ടായെന്ന് പറഞ്ഞാലും, അതിൽ 900 കോടി വർഷം മുമ്പ് മാമൽസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ബൈബിൾ അതിനെതിരല്ല. ഇന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ.
അതല്ല, അത് കുറെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയേണ്ടതാണ്. ഇത് വേദിയല്ല. ഒരു ചിന്ത ഞാനതിൽ പറയാം. ഇന്ന് നമുക്ക് കിട്ടുന്ന നിങ്ങളുടെ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിലിൽ നിന്നാണ് ഡീസലും പെട്രോളും ചില മെഡിസിനും ചില പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ കസേര ഉൾപ്പെടെ ഉണ്ടാക്കിയ സാധനം ഈ ക്രൂഡ് ഓയിലിൽ നിന്നാണ്. ചില മെഡിസിനും ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി അവസാനം വരുന്ന ടാറായിട്ട് നമ്മുടെ റോഡിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഇതിനെ ഫോസിലസ് എണ്ണ എന്നാണ് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ. അത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെയും വൃക്ഷങ്ങളുടെയും പരിണാമം കൊണ്ടുണ്ടായതാണ് ഈ ഫോസിലസ് എണ്ണ. ആ എണ്ണയാണ് നമ്മൾ വണ്ടി ഉപയോഗിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ആ ഫോസിലസ് എണ്ണയ്ക്കായിട്ടൊന്ന് സ്വതം ചെയ്താട്ടെ. പക്ഷെ ഈ ഫോസിലസ് എണ്ണ ഉണ്ടായത് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജീവജാലങ്ങളും വൃക്ഷങ്ങളുമെല്ലാം ചത്തൊടുങ്ങിയത് കൊണ്ട് അത് ക്രൂഡ് ഓയിലായിട്ടും കൽക്കരിയായിട്ടും നമുക്ക് കിട്ടി. അതിന്ന് നമുക്ക് അനുഗ്രഹമായി. ഭൂമി പാഴായതുകൊണ്ട്, ശൂന്യമായതുകൊണ്ട് ഇന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് ടാക്സ് ഇനത്തിൽ സുഖമായി പണം ഉണ്ടാക്കുന്നു. നിങ്ങൾ കസേരയിൽ ഇരിക്കുന്നു. കോൺട്രാക്ടർമാർ റോഡ് പണിയുന്നു. എങ്ങനെയാണ് ഈ ഫോസിലസ് എണ്ണ ഉണ്ടായത്? പണ്ടുണ്ടായിരുന്ന വൃക്ഷങ്ങളും ജീവജാലങ്ങളും ചത്തൊടുങ്ങിയത് കൊണ്ട്. ബൈബിൾ എന്താണ് പറയുന്നത്? ഭൂമി പാഴും ശൂന്യമായപ്പോൾ ഇരമ്യാവ് പറഞ്ഞതുപോലെ മനോഹരമായ പട്ടണങ്ങളും മനോഹരമായ പൂന്തോട്ടവും മനോഹരമായ മാമത്സ്യങ്ങളും പറവകളും എല്ലാം ചത്തൊടുങ്ങി അത് നമുക്കൊരു അനുഗ്രഹമായി തീർന്നതുപോലെ ജീവിതത്തിൻ്റെ പരാജയം കൊണ്ടായിക്കോട്ടെ, പാപം കൊണ്ടായിക്കോട്ടെ, അബദ്ധം കൊണ്ടായിക്കോട്ടെ, തെറ്റുകൊണ്ടായിക്കോട്ടെ, ഈ കുശവന്റെ കയ്യിൽ വെച്ചാണ് അത് ചീത്തയായി പോയതെങ്കിൽ അതിനെ പ്രയോജനമുള്ളൊരു പാത്രമാക്കാൻ ഈ ദൈവത്തിന് കഴിയും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് ഞാൻ രാവിലെ കർത്താവിന്റെ ജീനിയോളജി വായിക്കുകയായിരുന്നു. എനിക്കടുത്തൊരു യോഗത്തിന് പോകണമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. ആ 1-ാം അധ്യായം ഇങ്ങനെ വായിച്ചു കണ്ടപ്പോൾ, ആ ഒരു അധ്യായം വായിച്ചപ്പോൾ എനിക്കൊരു 50 പ്രസംഗം അതിൽ നിന്ന് കിട്ടി. അതില് ഞാനൊരു രാഹാബിനെ കണ്ടു. അവൾ പാഴും ശൂന്യമായി തീർന്ന ഒരു വേശ്യയായിരുന്നു. ഞാൻ അതിനകത്തൊരു രൂത്തിനെ കണ്ടു. അവൾ വിജാതീയ ജാതിയും വിധവയുമായിരുന്നു. അതിനേക്കാൾ രസകരമായ ഒരു കാര്യം ഞാൻ കണ്ടു. സോളമനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ഭക്തനായ ദാവീദിന് ഊരിയാവിന്റെ ഭാര്യയിൽ നിന്നുണ്ടായെന്ന് എഴുതി വെച്ചിരിക്കുക. അയ്യോ, അത് വല്ലതും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കഥയാണോ? ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇവനെ ഉണ്ടായത് ഈ സോളമൻ ഉണ്ടായത് ഇവന്റെ അപ്പൻ ഊരിയാവിന്റെ ഭാര്യയിൽ പോയതുകൊണ്ടും ഇവന്റെ അമ്മ ആ പട്ടാളക്കാരനെ വഞ്ചിച്ചത് കൊണ്ടുമെന്നാണ് അർത്ഥം. പക്ഷെ അത് ഈ കുശവൻ തന്റെ വംശാവലിയിൽ കൊണ്ടുവന്ന് ഒരു ചരിത്രം സൃഷ്ടിക്കുന്നു. വല്ലതും മനസ്സിലായോ? കഴിഞ്ഞകാല പരാജയങ്ങൾ പരാജയപ്പെട്ടു പോയി, പാപം സംഭവിച്ചു പോയി, നിഗളമുണ്ടായിപ്പോയി, ഇരുള് മൂടിപ്പോയി. ഇനി എന്ത് ചെയ്യാം? നീ പശ്ചാത്തപിച്ചാൽ, നീ മാനസാന്തരപ്പെട്ടാൽ, ആ ഇരുളിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, ആ പാടിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, ആ ശൂന്യമായതിന്റെ കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നീ നിന്നെ തന്നെ സൂക്ഷിക്കാത്തതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എന്നാൽ ഞാൻ ആരാധിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം കരുണയുള്ളവനാണ്, അവൻ ദയയുള്ളവനാണ്, അവൻ കൃപയുള്ളവനാണ്. അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോയാലും, വേശ്യമാരോടുകൂടി ജീവിച്ചാലും, എല്ലാം മുടിപ്പിച്ചാലും, എല്ലും തോലുമായി തീർന്നാലും, വസ്ത്രം കീറി മുറിഞ്ഞാലും, പന്നികളുടെ ഇടയിലാണെങ്കിലും അവനെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ മടങ്ങി വന്നാൽ ഫോസിലസ് എണ്ണ പോലെ ഒരു അനുഗ്രഹമായി നിനക്കും, നിന്റെ കുടുംബത്തിനും, നിന്റെ ഭാര്യയ്ക്കും, നിന്റെ മക്കൾക്കും, നിന്റെ രാജ്യത്തിനും, നിന്റെ സമൂഹത്തിനും ഇതിനെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കരമടിച്ച്
ശക്തമായി ഒന്ന് മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ, ഒന്ന് ഹൃദയം തകരുവാൻ മനസ്സുണ്ടെങ്കിൽ, തകർന്നു പോയി കർത്താവേ, പാഴായി പോയി കർത്താവേ, ശൂന്യമായി പോയി കർത്താവേ എന്നൊന്ന് നിലവിളിക്കാൻ കഴിഞ്ഞാൽ ഈ കുശവൻ നിന്നെ മറ്റൊരു പാത്രമാക്കി തീർക്കും. ഇവിടെ ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. ആ 3-ാം വാക്യം എത്ര മനോഹരമായൊരു വാക്യമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചം എത്ര മനോഹരമല്ലേ. സൂര്യപ്രകാശത്തിന്റെ വില നമ്മൾ അറിയുന്ന രാത്രിയിലാണ്. അതിന് നമ്മൾ ഇന്ന് മാത്രം പണം. ഇപ്പോൾ തന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെന്റിന് ഒരു വലിയ തുക നിങ്ങൾക്കായിട്ടുണ്ട്. പകലായിരുന്നു ഈ മീറ്റിംഗിലെങ്കിൽ ആവശ്യമില്ല. 9,30,00,000 മൈലകൾ നിൽക്കുന്ന സൂര്യൻ തരുന്ന ഒരു കിരണത്തിന്റെ പ്രകാശം തരാൻ ലോകത്തിലെ എല്ലാ രാജ്യവും കൂടെ നോക്കിയാൽ ഒക്കുവോ? 40 ലക്ഷം ടൺ ഹൈഡ്രജൻ വാതകമാ ഈ സൂര്യപ്രകാശം ഇങ്ങോട്ട് തരാനായിട്ട് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അമേരിക്കയിൽ അത് കത്തിക്കൊണ്ടിരിക്കുക. സൂര്യൻ അസ്തമിക്കുന്നൊന്നുമില്ല. ഒരു പ്രാവശ്യമെങ്കിലും ലോക്ക്ഡൗണോ ഒരു പ്രാവശ്യമെങ്കിലും ദൈവം ക്രമീകരണം ചെയ്തോ? ഫീസ് മേടിക്കാനായിട്ട് വന്നോ? ഫീസ് ഊരുമെന്ന് പറഞ്ഞോ? ലൈൻ വല്ലതും വലിക്കേണ്ടി വന്നോ? ഈ ദൈവത്തിനൊരു നന്ദി പറയണ്ടേ. ആ ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത് ഈ വെളിച്ചമാണ്. അതാണ് ഇരുള് മാറാനുള്ള വഴി. ലെറ്റ് ദേർ ബി ലൈറ്റ്, ദെർ വാസ് ലൈറ്റ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഇരുള് മാറുക. ഈ വെളിച്ചത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് കേൾക്കണോ? സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വാക്യത്തിന്റെ മനോഹരം നിങ്ങൾ നോക്കിയേ. സകല മനുഷ്യരെയും, ഒരു പ്രത്യേക ഗോത്രത്തെയല്ല, ഒരു പ്രത്യേക വംശത്തെയല്ല, ഒരു പ്രത്യേക സമൂഹത്തെയല്ല, ഒരു പ്രത്യേക ഭാഷാ ഗ്രൂപ്പിനെയല്ല, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് യോഹന്നാൻ അങ്ങോട്ട് പറയുന്ന യോഹന്നാൻ സുവിശേഷത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ 1:4 യോഹന്നാൻ പറയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യന്റെ വെളിച്ചമായി. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. പക്ഷേ നമുക്ക് വെളിച്ചമായത് കർത്താവിന്റെ ജീവനാണ്. ഒരു വെളിച്ചത്തിനും വെറുതെ ഉണ്ടാകാനൊക്കെയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സൂര്യനിൽ ഹൈഡ്രജൻ വാതകം പൊട്ടിത്തെറിക്കണം, ചാകണം, എങ്കിൽ മാത്രമേ സൂര്യന് പ്രകാശം തരാനൊക്കൂ. ഒരു മരണം അവിടെ നടന്നതുകൊണ്ടാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ ഊർജ ഗതിവിജ്ഞാനത്തില് ഈ തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് തിയറി എന്ന് പറയുമ്പോൾ, ക്രമം കെട്ടയൊന്നിനെ ക്രമപ്പെടുത്താൻ മറ്റൊരു ക്രമം ചാകേണ്ടതായിട്ടുണ്ട്. അപ്പം പ്രകാശം തരണമെങ്കിൽ ഒരു മരണം സംഭവിക്കും. ഇവിടെ ജനറേറ്ററാണോ ഉപയോഗിക്കുന്നത്? ജനറേറ്ററാണ് ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഡീസൽ
കത്തിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ കാണുന്നില്ല. ആ ഡീസൽ അവിടെ കത്തി തീരുക അല്ല, കത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല. 5 ലിറ്റർ 2 ലിറ്റർ ആകും, 2 ലിറ്റർ 1 ലിറ്റർ ആകും. തീരുമ്പോൾ സംഗതി പോയി. ആ ഡീസൽ അവിടെ ചത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രകാശം ഉണ്ടാകുന്നത്. പ്രകാശം ഉണ്ടാകുന്നത്. ഒരു മെഴുകുതിരി പ്രകാശിക്കണമെങ്കിൽ അത് കത്തണം, അത് ഉരുകണം. ഇവിടെ നസ്രയനായ യേശു പ്രകാശമായത് ഫിലോസഫി പറഞ്ഞിട്ടല്ല, അത്ഭുതം ചെയ്തിട്ടല്ല. ആദിയിൽ വചനമായിരുന്നവൻ, പ്രപഞ്ചത്തിന്റെ നാഥനായിരുന്നവൻ, സകല താരാപദങ്ങളെ സൃഷ്ടിച്ചവൻ, ആ വചനം ഒരു ചെറിയ സ്ത്രീയുടെ ഉദരത്തിലേക്ക് വരികയാണ്. വചനം ജഡമെടുക്കുകയാണ്. ദൈവത്തോട് കൂടിയായിരുന്നവൻ, ദൈവമായിരുന്നവൻ വചനമായിട്ട് അത് ജീവനായി തീരേണ്ടതിന് വിശുദ്ധ മറിയമിൽ ഒതുങ്ങുക, പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്തവൻ. എന്നിട്ടിവിടെ തനിക്ക് അർഹമായൊരു സ്ഥാനമുണ്ടായോ? പുൽക്കുടിലും മലമുകളിലും മരച്ചുവട്ടിലും മീൻനാറുന്ന വള്ളത്തിലുമായിരുന്നു ഉറക്കം. പലപ്പോഴും ആഹാരം ലഭിച്ചില്ല, ക്രൂശിൽ പോലും ന്യായമായി വെള്ളം ലഭിച്ചില്ല. ദാഹിച്ചും വിശന്നുമായിരുന്നു ജീവിതം. നമ്മുടെ ഭാഷയിൽ 24 മണിക്കൂറും ആരാധന സ്വീകരിച്ചുകൊണ്ടിരുന്ന ദൈവകുമാരൻ അപമാനങ്ങളും നിന്ദകളും അവഗണനകളും പീഡകളും അനുഭവിക്കുകയായിരുന്നു. ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായി തീരാൻ ഇവിടെ അത്ഭുതത്തിന്റെ ഒരു ഘോഷയാത്ര തന്നെ ഈ വെളിച്ചം നടത്തി. മരിച്ചവരെ ഉയർപ്പിച്ചു, ഊമരെ സംസാരിപ്പിച്ചു, ചെകിടരെ കേൾപ്പിച്ചു, മുടന്തരെ നടക്കുമാറാക്കി. പക്ഷെ അതുകൊണ്ടൊന്നും വെളിച്ചമായില്ല. അതൊക്കെ തന്റെ വാക്കുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ തന്റെ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായി തീരണമെങ്കിൽ താൻ മരിക്കണം. മെഴുകുതിരി കത്തിയെങ്കിൽ മാത്രമേ വെളിച്ചമാകൂ. അല്ലെങ്കിൽ അതിനെ കൊണ്ടു നടക്കാം, വ്യാപാരം ചെയ്യാം. യേശുവിനറിയാമായിരുന്നു ലാസറിനെ ഉയർപ്പിക്കുവാനോ 37 വർഷം തളർവാദ രോഗിയായി കിടന്ന ഒരാളെ എഴുന്നേൽപ്പിക്കാനൊന്നും ജീവൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണ്. ഏറ്റവും വലിയ കാര്യം മനുഷ്യന് പ്രകാശമാകണം. മനുഷ്യന് പ്രകാശമാകാൻ താനാണ് ജീവൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് യേശു ഗെത്സമനയിൽ ആ തോട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്റെ യേശുവിനെ പഠിച്ചപ്പോൾ യേശുവിന് വേണമായിരുന്നെങ്കിൽ ഒലിവുമലയും സിയോൻ കുന്നും മോറിയ കുന്നുമെല്ലാം വിരലിലെ നഖത്തിൽ പൊക്കിയെടുത്തിട്ട് ഒരെണ്ണം ആ പിലാത്തോസിന്റെ തലയിലും, ഒരെണ്ണം ആ കയ്യാഫാവിന്റെ തലയിലും, ഒരെണ്ണം യൂദായുടെ തലയിലും വെച്ചിട്ട് കർത്താവ് കൂളായിട്ട് അവിടെ വിശ്രമിച്ചോളാൻ പറഞ്ഞ് കർത്താവിന് വേണ്ടി നടന്നു പോകാൻ. ആ പന്നപ്പണി എന്നെ കർത്താവ് ചെയ്തില്ല. കർത്താവിന് വേണമായിരുന്നെങ്കിൽ തന്റെ മുഖരൂപം, എന്നെ ചതിച്ചവനല്ലേടാ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ യൂദായ്ക്കും കൊടുത്തിട്ട് കാശ്മീരിൽ സുഖവാസത്തിന് വേണമെങ്കിൽ യേശുവിന് വരാമായിരുന്നു. ആ പന്നപ്പണിയും എൻ്റെ യേശു ചെയ്തില്ല. എൻ്റെ ആവശ്യം യേശുവിനില്ല. യേശുവിന് ശത്രുക്കളെ അനുഗ്രഹിക്കാമായിരുന്നെങ്കിൽ ഒന്ന് ഊതിയാൽ പോരെ? ഒന്ന് ഊതിയാൽ നിൽക്കാൻ കരുത്തുള്ള ആരെങ്കിലും അന്നുണ്ടോ ഭൂമിയിൽ? ഇന്നുണ്ടോ? ആരുമില്ല. പക്ഷേ ജീവനാണ് മനുഷ്യന്റെ വെളിച്ചമാകേണ്ടത്. ജീവൻ വെളിച്ചമാകണമെങ്കിൽ അത് മരിക്കണം. അത് മരിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അവിടുന്ന് ഒരു ചെറിയ ഇറക്കം ഇങ്ങോട്ട് ഇറങ്ങി, ആ കിദ്രോൻ തോട് അങ്ങോട്ട് കടന്ന്
ചെറിയൊരു കയറ്റം കയറി, കുറേ സ്റ്റെപ്പുകൾ കയറി, കയ്യാഫാവിൻ്റെയും ഹന്നായുടെയും എല്ലാം മതക്കോടതിയിലും പിലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയും ഒക്കെ സിവിൽ കോടതിയിലും ഒക്കെ കറങ്ങി. അവരെല്ലാം പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. എന്നിട്ടും ക്രൂശിച്ചു. ക്രൂശിച്ചേ വെക്കൂ, ഇത് മനുഷ്യന്റെ വെളിച്ചമാകണം. പിന്നെ നമ്മൾ കാണുന്ന രംഗം, അന്റോണിയ ഫോർട്രസസില് കർത്താവിനെ കമഴ്ത്തി കിടത്തി വയറിന്റെ ഭാഗത്ത് ഒരു തൂണുപോലുള്ള സാധനം വെച്ചിട്ട് കാൽക്കലും തലയ്ക്കലും നിന്നുകൊണ്ട് ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതാണ്. മാംസകഷ്ണങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നമ്മുടെ പഴയ കിഴുത്തക്കാലിനെ പോലുള്ള റോമൻ നാണയം ഉപയോഗിച്ച് ആ മീശ അകത്ത് കയറ്റി ചുരുട്ടി വലിച്ചു പറിക്കുകയാണ്. ആ ജീവൻ വെളിച്ചമാകുന്ന പ്രോസസ്സാണ്. ആ തലയിൽ മുൾക്കിരീടം വെച്ച് അമർത്തുകയാണ്. കുരിശുമായിട്ട് താൻ പ്രസംഗിച്ച അതേ മേഖലയിലൂടെ ഒരു കുറ്റവാളിയെ പോലെ നടത്തുകയാണ്. ആ ഗോൽഗൊത്തായുടെ കുന്നിൽ ഇനി ആകപ്പാടെ 2-3 ഭാഗത്ത് മാത്രമേ മുറിവുകളില്ലാത്തതേ ഉള്ളൂ. കമന്ന് കിടന്നത് കൊണ്ട് ഈ മാറിന്റെ ഭാഗത്തും കൈകാലുകളിലൊന്നും മുറിവുകൾ ഉണ്ടായിട്ടില്ല. ആ കൈകാലുകളിലും ആണികൾ അടിച്ചു. ഇനിയും മുറിവില്ലാത്തൊരു ഭാഗം ആ വിരുമാറാണ്. അവിടെയും ഒരുവൻ കുന്തം കൊണ്ട് കുത്തി. ആ ജീവൻ പുറത്തു വരികയാണ്. അങ്ങനെ യേശു മനുഷ്യന്റെ വെളിച്ചമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതം എത്ര പാഴാണെങ്കിലും, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതം എത്ര ശൂന്യമാണെങ്കിലും, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതം എത്ര ഇരുളാണെങ്കിലും, ഈ വെളിച്ചം നിന്നിൽ മാറ്റം വരുത്താൻ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാരം നിന്നിൽ ഇപ്പോൾ ചലിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിടെ ചലിക്കുകയാണ്. ഇരുളുണ്ട്, അത് സത്യമാണ്. പാഴുണ്ട്, അത് സത്യമാണ്. വെളിച്ചമില്ല, അത് സത്യമാണ്. പക്ഷെ വെളിച്ചം നിന്നിൽ വരേണ്ടതിന് ഈ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. കരമടിച്ച് ഹല്ലേലൂയ. മതം നോക്കാതെ ഈ വെളിച്ചത്തെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, ജാതി നോക്കാതെ ഈ വെളിച്ചത്തെ നിന്റെ ഭവനത്തിൽ സ്വീകരിച്ചാൽ, നിന്റെ കുടുംബത്തിലെ നിന്റെ വർഷങ്ങളായി നിന്റെ പിതാക്കന്മാർ ചെയ്ത പാപം മുഖാന്തരമുണ്ടായ ശാപത്തിന്റെ ഇരുള് ആ നിമിഷം തന്നെ മാറും. കരമടിച്ച് ഹല്ലേലൂയ. നിന്റെ പാഴ് മാറുവാൻ, നിന്റെ ഇരുള് മാറുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഈ വെളിച്ചമല്ലാതെ മറ്റൊരു വെളിച്ചവുമില്ല. മനുഷ്യനുണ്ടാക്കുന്ന വെളിച്ചമെല്ലാം അണഞ്ഞു പോകും. ദൈവമുണ്ടാക്കിയ സൂര്യനും അണഞ്ഞു പോകും. എന്നാൽ ഈ വെളിച്ചം ഒരിക്കലും കെടുകയില്ല. ഒരു കാറ്റും ഇതിനെ കെടുത്തുകയില്ല. ഒരു ഭരണകൂടത്തിനും ഇതിനെ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. റോമൻ ചക്രവർത്തിമാർക്ക് അത് കഴിഞ്ഞിട്ടില്ല. സോവിയറ്റ് യൂണിയന് അത് കഴിഞ്ഞിട്ടില്ല. ഒരു മതത്തിനും കഴിഞ്ഞിട്ടില്ല. നിനക്കൂതി അണയ്ക്കുവാൻ കഴിയാത്ത ഒരു വെളിച്ചമുണ്ടെങ്കിൽ സകലരെയും പ്രകാശിപ്പിക്കുന്ന ഈ സത്യ വെളിച്ചമാണ്. അത് സ്വീകരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരൊന്നാം ദിവസം ഉണ്ടാകേണ്ടതിന് ഇന്ന് രാത്രിയിൽ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, വ്യക്തമായി സംസാരിച്ചെങ്കിൽ, നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിക്ക്. കരമുയർത്തിയവർ ദൈവസേനയിൽ നിന്ന് എഴുന്നേറ്റുന്നേ. ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളോട് സംസാരിച്ചതെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്.
ഈ രാത്രിയിലെ പാഴ് മാറ്റാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഇരുള് മാറ്റാൻ കർത്താവിന് പദ്ധതിയുണ്ട്. കാരണം ഇവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പാഴുണ്ട് ശരിയാണ്, ഇരുളുണ്ട് ശരിയാണ്, പക്ഷെ ദൈവാത്മാവ് പ്രവർത്തിക്കുകയാണ്. എല്ലാവരും കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ദൈവത്തിന്റെ ഒരു വലിയ വിടുതൽ കർത്താവ് ഇവിടെ അയക്കുമെന്ന് എനിക്കറിയാം. രോഗികളെ സഹോദരന്മാർ ദയവായിട്ട് നിങ്ങളുടെ മ്യൂസിക്കെല്ലാം ഓഫാക്കിയിട്ട് കണ്ണടച്ച് പ്രാർത്ഥനയോടുകൂടി, ഇപ്പോഴിത് നിങ്ങളൊരു റിപ്പയറും ചെയ്യരുത്, ഒരു ശബ്ദവും വേറെ ഇവിടെ കേൾക്കാൻ പാടില്ല. കരമടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരമടിച്ച് ഈ രാത്രിയിൽ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. സൗഖ്യമാക്കുന്ന കർത്താവ്, പാപം മോചിക്കുന്ന കർത്താവ്, രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവ്, ശാപം മോചിക്കുന്ന കർത്താവ്, പാഴുമാറ്റുന്ന കർത്താവ്, ഇരുള് മാറ്റുന്ന കർത്താവ്. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ട് നിന്നാട്ടെ. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകളോടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ട് നിന്നാട്ടെ. എല്ലാവരും ഗായക സംഘം എല്ലാം കണ്ണുകൾ അടച്ച് കരമടിച്ച് വെള്ളത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. കരമടിച്ച് ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് രാത്രിയിൽ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ അദൃശ്യമാകുന്ന കരം ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ വരട്ടെ. അവിടുത്തെ സൗഖ്യത്തിന്റെ ചലനങ്ങൾ തല മുതൽ ഉള്ളങ്കാല് വരെ വ്യാപരിക്കട്ടെ. കരമടിച്ച് ആരോടും പറയുവാൻ കഴിയാത്ത ചില പാഴിന്റെയും ചില ശൂന്യതയുടെയും ചില ഇരുളിന്റെയും അനുഭവത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നതിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ പാഴ് മാറട്ടെ, ആ ഇരുള് മാറട്ടെ, ആ ശൂന്യത മാറട്ടെ. കരമടിച്ച് യേശുവിന്റെ നാമത്തിലോ സംഭവിക്കട്ടെ. കഴിഞ്ഞ കാല പരാജയങ്ങളിൽ വേദനപ്പെട്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ തകർന്നുപോയി എന്ന് പറഞ്ഞ് പിന്മാറ്റ അവസ്ഥയിലായിരിക്കുന്ന ജീവിതങ്ങൾ, തകർന്നുപോയ ഭൂമിയിൽ നിന്ന് ഫോസിലസ് എണ്ണ കൊണ്ടുവന്നതുപോലെ, പന്നിയുടെ കൂട്ടത്തിൽ നിന്ന് ആ മകനെ മടക്കി വരുത്തിയതുപോലെ ചില ജീവിതങ്ങളെ കർത്താവ് മടക്കി വരുത്തുകയാണ്, തൊടുകയാണ്. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. നീ നഷ്ടപ്പെട്ടിട്ടില്ല. ആ കുശവൻ ഒരു പുതിയ പാത്രമായി നിന്നെ പണിയുകയാണ്. ഇനിയും കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കരമടിച്ച് ഒരു രാഹാബും മാറി നിൽക്കേണ്ട, ഒരു രൂത്തും മാറി നിൽക്കേണ്ട, ഒരു ബത്ശേബയും മാറി നിൽക്കേണ്ട. നിങ്ങളുടെ കാര്യങ്ങൾ ശരിയല്ലെങ്കിലും കരുണയുള്ള ദൈവം നിങ്ങളെ ശരിയാക്കുവാൻ ഇവിടെ വന്നിട്ടുണ്ട്. കരമടിച്ച്